ഒന്നും വിട്ടില്ല എന്ന് ഞാൻ പറയത്തുമില്ല. ചില കാര്യങ്ങളൊക്കെ വിട്ടു, എന്നാൽ ഇനി ധാരാളം കാര്യം വിടാനുണ്ട്. അപ്പം ഞാൻ ശാന്തമായിട്ട് ഇങ്ങനെ ഇരുന്ന് വചനവും ധ്യാനിച്ച് ന്യായമായ ചില കാര്യങ്ങളിങ്ങനെ നോക്കി നോട്ട് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ഏതാണ്ട് ഒരു 158 കൂട്ടം കാര്യവും കൂടെ വിടാനുണ്ട്. പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന് ഇരിക്കുന്നത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 158. ഇനി ഒന്നുകൂടെ പരിശോധിച്ചാൽ കൂടാനേ ഒട്ടും കുറയാൻ. വിട്ടെങ്കിൽ നിങ്ങൾ ഹല്ലേലൂയ എന്ന് പറഞ്ഞോണം. ഞാൻ അങ്ങോട്ട് പറയാൻ പോവാ. വിട്ടില്ലെങ്കിൽ ഇപ്പൊ ഇരിക്കും പോലെ ഇരുന്നോണം. വിട്ടെങ്കിൽ ഹല്ലേലൂയ, പുറകിൽ ഒരാൾ ഹല്ലേലൂയ പറയുന്നത് പോലെ വിട്ടെങ്കിലേ പറയാവുള്ളൂ. ചുമ്മാ കിടന്ന് കൈ പൊക്കരുത്. വിട്ടെങ്കിലേ പറയാവുള്ളൂ. ശബ്ദം ഉണ്ടെന്നും പറഞ്ഞ് ചുമ്മാ കൈയും ശബ്ദം ഉണ്ടെന്നും പറഞ്ഞ് പൊക്കരുത്. വിട്ടെങ്കിലേ പറയാവൂ. വിട്ടെങ്കിൽ ചടികടാന്ന് പറഞ്ഞോണം. ഞാൻ ഓരോന്ന് പറയാൻ പോവാ. ഒന്ന്, ഇപ്പോഴും ക്രിസ്ത്യാനികളെന്നല്ലെങ്കിൽ പെന്തിക്കോസുകാരെന്ന് അഭിമാനിക്കുന്ന ചിലര്, എല്ലാവരുമല്ല ചിലര്, പുതിയ വീട് വെക്കുമ്പം കള്ളിപ്പാല കെട്ടിത്തൂക്കും. ആരാണ്ട് പറഞ്ഞു കൊടുത്തതാ. വിട്ടെങ്കിൽ ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അത്രയും പേരെങ്കിലും വിട്ടല്ലോ, വലിയ കാര്യം. അപ്പൊ ആരോ പറഞ്ഞു കൊടുത്തു, ജോർജ് കുട്ടി കണ്ണും ദോഷം കിട്ടുമെന്ന്. പണിക്കേ എടാ, പുസ്തകത്തിലെ വാക്യം വിടി. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി. പിന്നെ ഏത് ദൃഷ്ടി വരാനാ? എന്നാ നീ ഉമ്മ കള്ളിപ്പാലയും മംഗലവും എല്ലാം കൂടെ കണ്ണെഴുതി എന്നൊക്കെല്ലാം മട്ട. ഏക്കട്ടെ. രണ്ട് സ്റ്റാൻലി എണ്ണിക്കോണം കേട്ടോ. മരിക്കല്ലയോ, എണ്ണിക്കോണം, നോട്ട് ചെയ്തോണം. പാടിക്കുടഞ്ഞിരിക്കുകയായിരിക്കും അല്ലയോ. 2, ഇപ്പോഴും ചില പെന്തിക്കോസുകാർ അല്ല ക്രിസ്ത്യാനികള് കല്യാണം കഴിച്ച് മോൾ ഇങ്ങോട്ടും പറയും, ഒന്നേ പറയൂല്ല ചെയ്യും, വലത്തുകാല് വെച്ച്. മൂന്ന്, ഇപ്പോഴും പുതിയ വീട് വെച്ച് കഴിയുമ്പോ പാല് കാച്ചുന്നവരുണ്ട്. 3, സ്റ്റാൻലി എണ്ണിക്കോണം. 4, കല്യാണ കേസ് തന്നെ എടുക്കുക, ഒത്തിരി ഉണ്ട് പറയാൻ. അമ്മക്കച്ച കൊടുക്കുന്നവരുണ്ട്. മേടിക്കുകയും കൊടുക്കുകയും. കൊടുക്കട്ടെ, മേടിക്കട്ടെ. എണ്ണിക്കോണേ. എല്ലാവരുമല്ല, ചിലരെ എന്നാന്നറിയാമല്ലോ, 2 ദിവസം കൊണ്ട് കൈയുടെ വെള്ള. എല്ലാവരുമല്ല, ചിലര്. എണ്ണിക്കോണേ. വേറെ ചെല്ലു പറയും, എന്നാന്നോ എൻ്റെ കണ്ണങ്ങ്. തല്ലി എണ്ണിക്കോണേ. വേറെ ചിലര് രാവിലെ ഇറങ്ങിയപ്പോ ഇന്ന് വിരുന്നുകാരുണ്ട് കേട്ടോ. എണ്ണിക്കോണേ. ഇപ്പൊ എത്ര എണ്ണമായി? 7. ഞാൻ 158 എണ്ണമാണ് നോട്ട് ചെയ്തേക്കുന്നത്. എടാ, നിന്നോട് പറഞ്ഞിട്ടുണ്ട് കട്ടിലേലിരുന്ന് കാല്. അമ്മായിയമ്മ മരുമകളെ അടുക്കള പെരുമാറുമ്പോ അമ്മായിയമ്മ മരുമകളോട് സൂസമ്മയെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും കടുക് നിലത്ത്. എന്നാ കാരണം? വഴക്ക്. സഭയിലെല്ലാം വഴക്കുണ്ടാക്കുന്ന കടുക് തൂതിയാന്നോ? യാക്കോബായി ഓർത്തഡോക്സും കൂടെ വഴക്ക്. വഴി കിടന്ന ഡെഡ് ബോഡി വരെ വെച്ച കടുക് തൂതിയ. IPCയിലെ അഭിപ്രായ വ്യത്യാസം വഴക്കുണ്ട്. കടുകെല്ലാം കൂടെ തൂവിയ ഉമ്പനാട്ട് കൊണ്ട്. എന്താ പറഞ്ഞ ചായ? അസംബ്ലി സഭോഡിലും ഉണ്ട് അഭിപ്രായ വ്യത്യാസം. കടുക് തൂതിയാന്നോ? അല്ല. ഷാരോനിലും ഉണ്ട്. എവിടെ ഇല്ലാത്ത? ഇതെല്ലാം കടുക് തൂവിയ. കടുകല്ല വിഷയം, നീയാ വിഷയം. ഷാജാനല്ലേ? അല്ല.
എന്നെ സൂക്ഷിച്ചിങ്ങനെ നോക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഒത്തിരി വിടാനുണ്ടെന്ന്. എല്ലാവരും അല്ലെങ്കിൽ ചിലര് വിവാഹമൊക്കെ കഴിഞ്ഞ് ഉണ്ടല്ലോ കാണാൻ പോകുന്നേ, അടുക്കള കാണാൻ ഒരണ്ടാവും, ഒരു അലമാരയും 3-4 പെണ്ണുങ്ങളും 5 കിലോ അലുവായും. ഇപ്പൊ ചടങ്ങാന്ന് ഇതെല്ലാം വിട്ടില്ലെന്ന്. 4-5 പറഞ്ഞില്ലായിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ച്. ഉള്ളതാട്ടെ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇന്ന് രാത്രിയില് ഞാൻ ഒരാളെ ഉദ്ദേശിച്ചല്ല പറയുന്നത്, ഞാനും നിങ്ങളും വിടേണ്ട ഒത്തിരി വിഷയങ്ങളുണ്ട്, ആചാരങ്ങൾ, മാമൂലുകള് ഉണ്ട്. ദൈവത്തിന് മഹത്വം. അതെല്ലാം ഇന്ന് രാത്രി അതിനോട് വിട പറഞ്ഞ് വിടേണ്ടതെല്ലാം പൂർണ്ണമായിട്ട് വിട്ട് ഞാനും നിങ്ങളും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. ഇന്ന് വലിയ വലിയ വിശ്വാസ വീരന്മാരുണ്ട്, വിശ്വാസം എല്ലാം പറഞ്ഞ് റൈറ്റ് നൗ എന്ന് പറഞ്ഞ് പെടലി വെട്ടിച്ചാച്ച് പറയാ ഇത് അക്കൗണ്ട് നമ്പർ താഴെ ഉണ്ടെന്ന്. ഭ്രാന്തായവനല്ല. ഇപ്പൊ പിന്നെ അക്കൗണ്ട് നമ്പരും വേണ്ട, ഇല്ല കുന്തം ഉണ്ടല്ലോ, ഇത് കാണിച്ചു കൊടുക്കുന്നതന്നെ. ഭയങ്കര വിശ്വാസം മേലെയാ. വലിയ വലിയ കൺവെൻഷൻ ചെന്നാൽ 2-3 പ്രാവശ്യം തോത്ര കാഴ്ച 8 മനുഷ്യൻ രൂപാട് വരിക. അതുകൊണ്ട് ആൾക്കാർ ഇപ്പൊ പോകാനും മടിയാ. അതുകൊണ്ട് വിശ്വാസികൾ തോത്ര കാഴ്ച കഴിഞ്ഞാ ചെല്ലുന്നത്. അതുകൊണ്ട് ഉപദേശമാർ അതിലും മിടുക്കന്മാർ, ഇതിനിടയ്ക്കാണ് എടുക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിന്നെ ജീവിക്കാൻ അനുവദിക്കുകയല്ല. ഇന്ന് തന്നെ ഒരാൾ മൊബൈലിൽ കാണിച്ചു, എങ്ങാണ്ട് ഒരു ഭ്രാന്ത് പിടിച്ചു ചെറുക്കൻ, ഏതാണോ അവനെ പറഞ്ഞത്, നിങ്ങൾ പേഴ്സ് എടുത്തു, എന്നിട്ട് നിങ്ങൾ ഇതിലേലും പൊക്കോളാൻ. ഈ മുടിയാന്തരം പിടിച്ചവനെയല്ല ആരിങ്ങോട്ട് വിട്ടെന്നുള്ളതാണ്. നിങ്ങളൊന്നും കാണുന്നില്ലല്ലോ. എന്നെ കാണിച്ച ഒരാള്, അവൻ്റെ പേര് ഒന്നും അറിയാൻ പറ്റില്ല, പേഴ്സ് എടുത്തു, 2000 രൂപ 1000 രൂപ എന്തോ ആണോ അതൊക്കെ, പേഴ്സ് അങ്ങ് കൊടുത്തേക്കാൻ. എന്നിട്ട് നീ അല്ലേ ഇതിലേലും പൊക്കോളാൻ. അവനെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. അവനും പറയുന്നത് വേല വിശ്വാസത്തിന്റെ ആണ്, നല്ല വേലയാ. എടാ, കൊടുക്കേണ്ടവൻ കൊടുത്തോളും, കിട്ടേണ്ടവന് കിട്ടും. ഇത് വേല ദൈവത്തിന്റെ വേലയാ. നീ വിശ്വസിച്ചൊന്ന് സ്തോത്രം ചെയ്തേ. ചുമ്മാ കിടന്ന് തെണ്ടരുത്. ഇത് ദൈവം തമ്പുരാന്റെ വേല, ദൈവത്തിന് നാണക്കേടാ. നീ കിടന്നത് തായോ ഊന്തം. എടാ, ഒരുത്തൻ നിരൂപിച്ചാ മതി. കോരേശിന്റെ മനസ്സിനെയല്ലേ ദൈവം ഉണർത്തിയേ. കൽപ്പന പുറപ്പെടുപ്പിച്ച് എന്തൊക്കെ വേണ്ട സാധനമെല്ലാം തടി വെട്ടിക്കോളാൻ പറഞ്ഞു. ആളെ വേണോ, അവരെ കൊണ്ടുപോകും. അതാ ദൈവം. തിരുസഭ കത്തോലിക്കരല്ല, യാക്കോബയല്ല, മാർത്തോമയല്ല, ഓർത്തഡോക്സ് അല്ല, കനാനായ കത്തോലിക്കരല്ല, പെന്തിക്കോസ് അല്ല, ബ്രദറല്ല, സാൽവേഷൻ ആർമി അല്ല, CSI CMS ആംഗ്ലിക്കൻ അല്ല, ഓർത്തഡോക്സ് അല്ല, ഒരു ഡോക്സും അല്ല. ഇന്ന് ഈ കാണുന്ന ഒന്നുമല്ല, ഈ കാണുന്ന ബോർഡും കെട്ടിടവും ഒന്നുമല്ല സഭ മർമ്മമാണ്. ദൈവസഭ മഹോത്തരവത്തിൽ കൂടെ പോകത്തില്ല. ചിലക്ക് അതിനകത്തൂടെ വിട്ടേ ഒക്കൂ. അങ്ങനെ സുഖമുള്ളവന്മാരുണ്ട്, അവര് പോട്ടെ. അപ്പോൾ ദൈവസഭ മഹോദരവത്തിൽ കൂടെ പോകത്തില്ല, ഉപദ്രവങ്ങളിൽ കൂടി പോകും. ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഉപദ്രവം വേറെ, രണ്ടും രണ്ടാ. ബോധ് വേറെ, ബോധം വേറെ. മേരി വേറെ, മൂരി വേറെ. കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നും. സ്വഭാവവും പ്രകൃതിയും രണ്ടാ. മേരിയാന്നും പറഞ്ഞ് മൂരിയുടെ മുന്നിൽ ചെല്ലാൻ പറ്റുമോ? അപ്പോൾ ഉപദ്രവം വേറെ, മഹോദരവം വേറെ. നമ്മുടെ ഒരു കർത്തൃദാസനോട് ഒരാൾ വന്ന് ചോദിച്ചു, കുസൃതി ചോദ്യമാന്തെങ്കിലും ചോദിച്ചു, അച്ചായ ഈ മഹോദരവം എന്തുവാ? പുള്ളി പറഞ്ഞു, ചോദിക്കുട്ടി, ഉപദ്രവങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് വരുന്നതാണ് മഹോദരവം. നദികളെല്ലാം കൂടെ ഒന്നിച്ച് വന്ന് ചേരുന്നതാ മഹാനദി എന്ന് പറഞ്ഞാൽ അവിടെ എവിടെ ഇരിക്കുന്ന ഉപദ്രവം എല്ലാം കൂടെ സമയമാകുമ്പം ഒന്ന് ന്യായമായിട്ട് അതൊക്കെ തന്നെ.
അങ്ങനല്ലേ ഓരോന്ന് പൊട്ടിക്കുകയല്ലേ മുദ്ര, പിന്നെ ക്രോധവശാല എല്ലാം കൂടെ ഒന്നിച്ച് വെച്ചത് അതെല്ലാം വരുക. അപ്പോൾ വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ ആരെ? തിരുസഭയെ. തിരുസഭ കത്തോലിക്കരല്ല, യാക്കോബയല്ല, മാർത്തോമയല്ല, ഓർത്തഡോക്സ് അല്ല, കനാനായ കത്തോലിക്കരല്ല, പെന്തിക്കോസ് അല്ല, ബ്രദറല്ല, സാൽവേഷൻ ആർമി അല്ല, CSI CMS ആംഗ്ലിക്കൻ അല്ല, ഓർത്തഡോക്സ് അല്ല, ഒരു ഡോക്സും അല്ല. ഇന്ന് ഈ കാണുന്ന ഒന്നുമല്ല, ഈ കാണുന്ന ബോർഡും കെട്ടിടവും ഒന്നുമല്ല സഭ. സഭ മർമ്മമാണ്. ഒക്കെ എന്തെങ്കിലും ആ ഭാഗത്ത് വരാം. അങ്ങനെയുള്ള ആ തിരുസഭയെ മഹവതരൂപത്തിൽ കൂടെ വിടുകയില്ല. അതെല്ലാം പറയാൻ ഒക്കത്തില്ലെന്നറിയാം. അപ്പോൾ 1-ാം അധ്യായത്തിൽ യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. പാട്ടൊക്കെ വരുന്നുണ്ട്, ഞാനങ്ങ് വിഴുങ്ങുക. ഇവര് ഇത് വേണ്ട, വേണ്ട. ചാലി അവിടെ ഇരുന്നോട്ടെ, പാടി ഊപ്പാട് വന്നിരിക്കുക. വേണേ പാട്ടങ്ങ് പറയാം. അധർമ്മമൂർത്തിയായി വരും, അന്ത്യക്രിസ്തുവിനായി വഴിയൊരുക്കുന്നത് ആ പാട്ട്. അപ്പൊ ശ്രദ്ധിക്കുക, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ യേശു പ്രത്യക്ഷപ്പെടും. അതാണ് 1-ാം അധ്യായത്തിൽ. ഇനി 2-ാം അധ്യായത്തിന്റെ 19. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷത, അവിടുത്തെ പ്രത്യക്ഷത. അപ്പോൾ 2-ാം അധ്യായത്തിലും തെളിയിച്ചു യേശു പ്രത്യക്ഷപ്പെടും. ഇനി 3-ാം അധ്യായത്തിന്റെ 13. നിങ്ങൾക്ക് തമ്മിലും ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന, ഇങ്ങനെ നമ്മുടെ കർത്താവാകുന്ന യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത. അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. ഇനി നമ്മൾ വായിച്ച കുറുവാക്യം 4:13 മുതൽ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിനെ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്തത്, യേശു ക്രിസ്തു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. അടുത്തത്, കർത്താവിന്റെ പ്രത്യക്ഷത. അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. ഇനി 5-ാം അധ്യായത്തിന്റെ 23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. അടുത്തത്, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത മതി. അപ്പോൾ 2 ലേഖനം, 2 പ്രത്യക്ഷത, 2 വ്യക്തികളുടെ പ്രത്യക്ഷത. അത് 1 യേശുക്രിസ്തു, 2 എതിർ ക്രിസ്തു. 2-ാം ലേഖനം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത, 1-ാം ലേഖനം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 1-ാം ലേഖനത്തിന് 5 അധ്യായം, 5 അധ്യായത്തിലും യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. 1-ാം അധ്യായത്തിന്റെ 9, 10, 2-ന്റെ 19, 3-ന്റെ 13, 4-ന്റെ 13 മുതൽ 4 5-ന്റെ 23. ഇവിടെ എല്ലാം അരക്കിട്ടുറപ്പിച്ച് യേശു പ്രത്യക്ഷപ്പെടും. എന്നിട്ട് പൗലോസ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക. ഇനി 1-ാം അധ്യായത്തിന്റെ 9, 10 വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും. അപ്പൊ ഒരു ചോദ്യമായിട്ട് ചോദിക്കുക, അല്ലയോ തെസ്സലോനിക്കരെ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ എങ്ങനെയാ വന്നേ? അതിനൊരു മുഖാന്തരമുണ്ട്, സന്ദർഭമുണ്ട്. വേദപുസ്തകം പ്രസംഗിക്കുന്ന, പഠിക്കുന്ന, പഠിപ്പിക്കുന്ന, വായിക്കുന്ന, ധ്യാനിക്കുന്ന, ദൈവവചനം കേട്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാം തിട്ടമുണ്ട്. എന്തുവാ? പൗലോസും ശേഷമുള്ളവരും എങ്ങനെ തെസ്സലോനിക്കയിൽ വന്നു? അപ്പൊ ആകെ നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. പണ്ടൊക്കെ പരിശുദ്ധാത്മാവ് വിലക്കുകയും നിയോഗിക്കുകയും അയക്കുകയൊക്കെ ചെയ്യുന്നു. ഇപ്പൊ അങ്ങനൊന്നും അല്ല. നമ്മളെല്ലാം കൂടെ കൂടിയിരുന്നെല്ലാം തീരുമാനിച്ചു, പിന്നെ നമ്മളങ്ങ് പറയാ പരിശുദ്ധാത്മാവാ. ഇപ്പൊ ഉദാഹരണം, ഈ സമാചാരത്തിലൊക്കെ ഉള്ളവരെ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. അവർ തമ്മിൽ ഒരു ധാരണ, യോയിക്കുട്ടി ഞാൻ അങ്ങോട്ട് വരുമ്പം വേക്കുട്ടി ഇങ്ങോട്ട് ആ വണ്ടിയെ തന്നെ കുട്ടിയുടെ താന്നു. എന്നിട്ട് 2 കൂട്ടരും വന്ന് ആദ്യം ഒന്ന് ഒറ്റ നോക്കാൻ പോകും, എത്ര കുടുംബമുണ്ട്, എങ്ങനെയുണ്ട്. പിന്നെ നേതാക്കന്മാരെ കാണും. സെൻട്രൽ പാസ്റ്ററെയോ പ്രസ്ബീറ്ററെയോ കേന്ദ്രത്തിൽ പോയി എല്ലാം മണിയടിച്ച് എല്ലാം എന്തുവാ കറക്കി കുലുക്കി കുത്തി ഒന്നേ ശയന പ്രദക്ഷിണമോ സോപ്പിട്ടോ ഒക്കെ ഇതെല്ലാം തട്ടിക്കൂട്ടി ഒപ്പിച്ചേച്ച് ആൾ കളിച്ചിരുന്നേച്ച് വരെ ദൈവം എന്നെ ഇങ്ങോട്ട് വിട്ടു. ദൈവം ഇത് അറിഞ്ഞ കേസ് പോലും അല്ല. നിങ്ങളെല്ലാം കൂടെ കൂടി കൊന്തറാക്കൊള്ളി ഒപ്പിച്ചേച്ച്
എന്നാൽ ആരംഭ സമയത്ത് ആശയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. ആര് പ്രസംഗിക്കണം, എവിടെ പ്രസംഗിക്കണം, എന്തോ പ്രസംഗിക്കണമെന്ന് ദൈവാത്മാവ് നിയന്ത്രിക്കണം. ദൈവാത്മാവ് നിയന്ത്രിക്കണമെങ്കിൽ അതിന് മുട്ടാലിരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം നിയോഗം തരും. Praise the Lord. ദൈവം ആലോചന തരുമെന്ന്. ഇന്ന് അങ്ങനാണോ? ഇന്ന് പ്രസംഗത്തിന്റെ കൗൺസിൽ എല്ലാം കൂടെ കൂടിയിരുന്ന് തീരുമാനിക്കുക എന്തുവാ നമ്മുടെ തീമേ. ഈ തീം എന്നാ? ഇവരെ ആരെയും സംബന്ധിക്കാത്ത തീമേ ഇറക്കുള്ളൂ. കാരണം വേറെ തീം വന്നാൽ ഇവന്റെ പള്ള കീറും. അതിന് ഇവരുടെ പള്ളയ്ക്ക് അടിക്കാത്ത തീമേ എന്നാ നിങ്ങൾക്കെല്ലാം ഒരു അരുതാഴിയ പോലെ. ഞാൻ ഒരു സഭയുടെ കാര്യമല്ല പറയുന്നത്, പൊതുവിലാ. IPCയോടോ ചർച്ചക്കോടിന്റെയോ അസംബ്ലീസ് കൊണ്ടോ ഷാരോനോ കല്ലുമലയോ TPM ഇതൊന്നുമല്ല വിഷയം. ഞാൻ പൊതുവിലായി പറയുന്നത്. ഒരു സഭയെയും ഒരു സംഘടനയെയും ഉദ്ദേശിച്ചല്ല, പൊതുവില. അപ്പൊ ഇവര് എല്ലാം കൂടെ തീരുമാനിക്കും നമുക്ക് ഇന്ന തീം. അപ്പൊ ചോദിക്കും, അത് പറഞ്ഞാൽ നമുക്ക് കിട്ടും, എന്നാ വേറൊരു തീം ഇറക്കാം. പണ്ട് കേട്ടിട്ടുണ്ട് പുഞ്ചമണ്ണിൽ മാമൻ ഉപദേശി. അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ കൊടുത്താൽ അന്നേരം അയാൾ അച്ഛന്മാരെയും മെത്രാനെയും എല്ലാം കുറ്റം പറയുമെന്ന്. ഇത് കേട്ട് മെത്രാന്മാരും അച്ഛന്മാരും കുഴഞ്ഞു. പുഞ്ചമണ്ണിൽ മാമന് സമയം കൊടുക്കാതിരിക്കാനും ഒക്കത്തില്ല. അവസാനം ആകെ കുഴഞ്ഞു. എപ്പോൾ പ്രസംഗിക്കാൻ തുടങ്ങിയാലും അച്ഛന്മാരെയും മെത്രാന്മാര് കുറ്റമാണ്. അപ്പോൾ അവരും ഇതുപോലെ തീമുണ്ടാക്കി. ഇയാൾ ബാക്കി എടുത്തുകൊണ്ട് വരുന്നതുകൊണ്ടല്ലേ നമുക്കിട്ട് താങ്ങുന്നത്. അപ്പോൾ ഇനിയും മാമന് നമ്മളൊരു വാക്യം കൊടുക്കാം. അപ്പോൾ അതിലൊരു കൂർമ്മബുദ്ധിക്കാരൻ പറഞ്ഞു, ഏത് വാക്യം കൊടുത്താലും മാമൻ നമുക്കിട്ട് കുത്തുമെന്ന് പറഞ്ഞു. അപ്പം വളരെ അതിവിദഗ്ധന് ബുദ്ധിമാനായ ഒരു മനുഷ്യൻ പറഞ്ഞു, ഞാനൊരു വാക്യം പറയാം. എന്താ? 31:1 കൊടുക്കാം. ഏതാ? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും. അപ്പോൾ ആകാശവും ഭൂമിയൊക്കെ പറഞ്ഞു പൊക്കോളൂ, നമുക്ക് കേൾക്കുകയില്ല. അവസാനം പറഞ്ഞു, ഇതാ വാക്യം. പ്രസംഗിക്കാന്ന് പറഞ്ഞു. കുഞ്ഞമണ്ണി മാമനെ വിളിച്ച് മാമൻ എഴുന്നേറ്റ് വാക്യം വായിക്കാൻ പറഞ്ഞു. അച്ഛന്മാരും മെത്രാന്മാരും ഇരിക്കുക. 31:1 വായിച്ചു കൊടുത്തു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പുള്ളിയോടനെ പറഞ്ഞു, അതെ, ആദിയിൽ ദൈവവും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച, അല്ലാതെ ഈ മെത്രാന്മാരെ അച്ഛന്മാരെയും ഒന്നും അല്ലെന്ന് പറഞ്ഞു. തൊട് കഴിക്കതാ. അല്ല, ഇതല്ലേ ഇപ്പോഴത്തെ തീമേ? ദൈവം ഇടപെടണം, ദൈവം നടത്തണം, ദൈവാത്മാവിനാൽ നടത്തപ്പെടണം. ദൈവത്തിന് മഹത്വം. ആശയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവാ വിലക്കിയത്. അപ്പോൾ അവരവിടെ നിന്ന് ത്രോവാസി വന്നു. അവിടെ വന്നപ്പോൾ ഒരു മക്കതോന്യക്കാരൻ പുരുഷൻ നിലവിളിക്കുന്ന ദർശനം കണ്ടു. അതിനോടുള്ള ബന്ധത്തിൽ ഇവര് മക്കതോന്യയുടെ ഒരു ഭാഗഭാഗിന് ഫിലിപ്പിയെ വന്നു. അവിടെ വെച്ച് ഈ ലുദിയായും കുടുംബവും ഭാഗം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, രക്ഷിക്കപ്പെട്ടു. തുടർന്ന് വെളിച്ചപ്പാടത്തിക്കാരുടെ ഭൂതം പോയി, യജമാനന്മാരുടെ ലാഭം പോയി, പ്രശ്നകലുഷിതമായ അന്തരീക്ഷമായി, ഉപദ്രവിച്ച് കാരാഗൃഹത്തിലിട്ടു. എന്തിനേറെ കാരാഗൃഹ പ്രമാണി അന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ വന്നു. ഇതിനോടനുബന്ധിച്ച് ഒത്തിരി പ്രശ്നങ്ങളും ഉണ്ടായി. അങ്ങനെ പിന്നെ ഇവര് നേരെ തെസലോനിക്കയിൽ വരിക. വായിച്ച് 17-ാം അധ്യായത്തിന്റെ 1-2 വായിരേ. രോമിച്ച പെട്ടരുതെന്ന് പറഞ്ഞ മിക്കാറും വിട്ട് നടക്കുവേ. 17-1-2 അപ്പോസ്തല പ്രവൃത്തി. അവർ അംഫിപ്പൊലിസിലും അപ്പൊല്ലോനിസിലും കൂടി കടന്ന് തെസ്സലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ, ഒന്നുകൂടെ വായിച്ചേ. അവർ അംഫിപ്പൊലോസിലും അപ്പൊല്ലോനിസിലും, ഏതേലും പോലീസ് ആയിക്കോട്ടെ, കേരള പോലീസോ ഏതേലും ആയിക്കോട്ടെ, അംഫിപ്പൊലിസിലും അപ്പൊലോനിയിലും കൂടി കടന്ന് തെസ്സലോനിക്കയിലെത്തി. അപ്പൊ ഇങ്ങനെ തെസ്സലോനിക്ക വന്നത്. അടുത്ത വാക്യം. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്നു. 3 ശബത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. അടുത്തത്, ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തുവെന്നും തെളിയിച്ച് വിവരിച്ചുകൊണ്ടിരുന്നു. അടുത്തത്, അവരിൽ ചിലര് ഭക്തിയുള്ള യവനന്മാരിൽ വലിയ കൂട്ടം, പിന്നെ മാന്യ സ്ത്രീകളിൽ അനേകർ വിശ്വസിച്ച് ഇങ്ങനെ തെസ്സലോനിക്ക സഭയുണ്ടായത്. യഹൂദന്മാരുടെ ഒരു പള്ളിയിൽ ചെന്ന് തിരുവെഴുത്തിനെ അടിസ്ഥാനമാക്കി ആധാരമാക്കി ശുശ്രൂഷിച്ചു. കുറച്ച് യഹൂദന്മാരും ഭക്തിയുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും രക്ഷിക്കപ്പെട്ടു. അങ്ങനെ തെസ്സലോനിക്കയിൽ
ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂടിവരവുണ്ടായി. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂടിവരവ് തെസ്സലോനിക്കയിലുണ്ടായി. ദൈവത്തിന് മഹത്വം. എങ്ങനെയായി കൂടിവരവ് ഉണ്ടായത്? ഉപദ്രവങ്ങളും പീഡയും ജയിൽവാസവും ആക്ഷേപവും നിന്ന് പരിഹാസമൊക്കെ സഹിച്ച ആ കൂടിവരവുണ്ടായത്. ശരിയായ കൂടിവരവുണ്ടാകണമെങ്കിൽ ഇതൊക്കെ നടക്കും. അടി കിട്ടിയെന്ന് വരും, ഉപദ്രവം ഉണ്ടായെന്ന് വരും, ആക്ഷേപിച്ചെന്ന് വരും, നിന്ദിച്ചെന്ന് വരും, സ്തോത്രം ഒറ്റപ്പെടുത്തിയെന്ന് വരും. പക്ഷേ ഇതെല്ലാം സഹിപ്പാനുള്ള കൃപ ദൈവം തരും. അതെല്ലാം സഹിച്ചങ്ങോട്ട് നിന്ന് ആ കൂടിവരവിനെ ദൈവം ഉയർത്തും. പക്ഷെ നമുക്കിപ്പം ഇതൊന്നും അനുഭവിക്കാനും കേൾക്കാനും ഒന്നും താല്പര്യം ഇല്ല. എല്ലാം നല്ല അന്തരീക്ഷത്തിൽ വരണമെന്നാണ് നമ്മൾ. അപ്പോൾ തെസ്സലോനിക്കയിൽ സഭയുണ്ടായത് ഇങ്ങനെ. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ് തെസ്സലോനിക്ക സഭ. നല്ല സഭയാണ്. ഈ സഭയ്ക്ക് ഒത്തിരി വിശേഷതയുണ്ട്. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. ഒന്നാമത്തെ ഒരു വിശേഷത, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. ആരുടെ? തെസ്സലോനിക്കരുടെ. 8-ാം വാക്യം ഒന്ന് വായിച്ചേ, 1:8. മക്കെദോന്യയിലും അങ്ങനെ നിങ്ങൾ മക്കെദോന്യയിലും അഖായിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും 7-ാം വാക്യം വായിച്ചോ. 7. അങ്ങനെ നിങ്ങൾ മക്കെദോന്യയിലും. അപ്പൊ 8-ാം വാക്യം അല്ലേ മുമ്പേ വായിച്ചേ? അല്ല, അത് 7 തൊട്ടാണ്. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും. 8-ാം വാക്യം വായിരേ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കെദോന്യയിലും. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കെദോന്യയിലും അഖായിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസവും പ്രസിദ്ധമായി. എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ തെസ്സലോനിക്ക വിശ്വാസികളുടെ ഒരു വിശേഷത, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധമാണ്. എല്ലായിടത്തും നിങ്ങളുടെ വിശ്വാസം പ്രസിദ്ധമാണ്. അല്ലാതെ തെസ്സലോനിക്കയിലെ പോട്ടെ ഒന്നും പറയുന്നു, വിശ്വാസമാ പ്രസിദ്ധം. നമ്മുടെ പേര് നല്ല പ്രശസ്തി, സഭയ്ക്കല്ല. ഏതാ? ബോർഡ്, IPC, അസംബ്ലീസ് കോഡ്, ചർച്ച കോഡ്, അതല്ല പ്രസിദ്ധപ്പെടേണ്ടത്. വിശ്വാസം പ്രസിദ്ധപ്പെടണം. ഇന്നിടത്തുള്ള വിശ്വാസി, ഇന്നിടത്തുള്ള ദൈവപൈതൽ, അവരുടെ വിശ്വാസം വലുതാ. കർത്താവ് അങ്ങനല്ലേ പറഞ്ഞേ, സ്ത്രീയെ നിന്റെ വിശ്വാസം വലുത് വലുത്. ഒരിക്കൽ പറഞ്ഞു, ഇസ്രായേലിൽ പോലും ഇങ്ങനൊരു വിശ്വാസം കണ്ടിട്ടില്ല. വിശ്വാസം ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇവരുടെ വിശേഷത ഒന്ന്, തെസ്സലോനിക്ക വിശ്വാസികളുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. റോമാക്കാരുടെ വിശ്വാസം അങ്ങനെ ലോകപ്രസിദ്ധം. നമ്മുടെ വിശ്വാസമായിരിക്കണം ആദ്യം അറിയേണ്ടത്. അത് കഴിഞ്ഞ് നമ്മളെ അറിഞ്ഞാൽ മതി, അതാ നല്ലത്. അപ്പൊ ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. 2, എല്ലാം അധികം വിവരിക്കുന്നില്ല, തൊട്ട് പോവുക. 2, ഇവരുടെ വിശേഷത, ഇവര് എല്ലാവർക്കും മാതൃകാ വിശ്വാസികളാണ്. ഇനി 1:7 വായിക്കേ ടോമിച്ച. 1:7. അങ്ങനെ നിങ്ങൾ മക്കെദോന്യയിലും അഖായിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. 1, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. 2, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികളാണ്. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. വിശ്വാസം പിന്നെയും പ്രസിദ്ധപ്പെടുത്താം, മാതൃക ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതിന് നല്ലതുപോലെ വില കൊടുക്കണം മാതൃകാ വിശ്വാസികളാകണമെങ്കിൽ. അപ്പോൾ തെസ്സലോനിക്കയിലെ വിശ്വാസികൾ 2 മാതൃകാ വിശ്വാസികളാണ്. ഈയിടെ വണ്ടിയെ പോയപ്പോൾ ഒരു ബോർഡ് കണ്ടു, മാതൃകാ കള്ള് ഷാപ്പ്. നിങ്ങൾ വല്ലതും കണ്ടോന്ന് അറിയത്തില്ല. വണ്ടിയെ പോയപ്പോൾ കണ്ടതാ. അപ്പം ഞാനൊരുത്തനോട് ചോദിച്ചു, എന്താ ഇങ്ങനെ? അവിടെ കയറിയാൽ തെറി പറയത്തില്ല, കുപ്പിയെടുത്ത് അടിക്കുകയില്ല,
വളരെ മാന്യമായിട്ടാണ് കൊണ്ട് കൊടുക്കുകയും കഴിക്കുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഫാമിലി കൂടി ഇരിക്കാനുള്ള ക്രമീകരണം പെണ്ണുങ്ങളുമൊക്കെ കുടിക്കുന്നതുണ്ട്. ഉണ്ട്. ഇപ്പം എല്ലാം അങ്ങനെ ആണെന്നല്ലോ. ഭർത്താവിന് തന്നെ ഇടാന്നല്ലോ ഇവിടെ. അവനുടനെ പെണ്ണാപ്പൂവനെ പോലെ അവിടെ പുറകെ. എന്തിനാന്ന് ഇവനൊക്കെ കെട്ടിയത്? അയ്യോ, ഞാൻ കള്ളം പറഞ്ഞതല്ല. എടീന്നും വിളിക്കണ്ട, എടാന്നും വിളിക്കണ്ട. ബലഹീന മാത്രം ആ ബഹുമാനം കൊടുക്കണമെന്ന ആട്ടെ. അപ്പൊ ഇവര് എല്ലാവർക്കും മാതൃകാ വിശ്വാസികളാണ്, തെസ്സലോനിക്ക വിശ്വാസികൾ. എന്താ ഇവരുടെ മാതൃക? ഒന്ന് രണ്ടെണ്ണം പറയാം. മാതൃക നല്ല മാതൃകയാ. ഒന്ന്, ഇവരുടെ വേല വിശ്വാസത്തിന്റെ വേലയാ. തോമിച്ച 1:4. പിതാവുമായ കണ്ണുകടയൊന്നും കാണാൻ മേലേ വായിലെ സന്നിധിയിൽ ഓർത്ത ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് 1:4 ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല. 1:4 വായിക്കുന്നേ. ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യും. 3 മുതൽ വായിച്ചേ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടപെടാതെ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു. ഈ 2-ാം വാക്യം ഒന്ന് വായിച്ചേ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും അപ്പൊ ഇങ്ങോട്ട് നോക്കിയേ. 2-ാം വാക്യമല്ലേ? അതെ. ടോമിച്ച 2-ാം വാക്യമായിരുന്നേ. സ്നേഹപ്രയത്നവും. ഒന്നുകൂടെ വായിച്ചേ 2-ാം വാക്യം. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും. നിർത്തിക്കേ. തെസ്സലോനിക്ക വിശ്വാസികളുടെ വിശേഷത ഒന്ന്, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. 2, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികളാണ്. എന്താ ഇവരുടെ മാതൃക? അതാ ഇപ്പം 1:2 കർത്തൃദാസൻ വായിച്ചു കേൾപ്പിച്ചത്. ഇവരുടെ വേല വിശ്വാസത്തിന്റെ വേലയാണ്. വിശ്വാസത്തിന്റെ വേലയായിരിക്കണം. വേല ദൈവത്തിൻ്റെതല്ലേ, അത് വിശ്വാസത്തിന്റെ വേലയായിരിക്കണം. ആട്ടെ, ഞാൻ ഒത്തിരി നിന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുകൊണ്ട് വേണ്ട, ഒരാലോക്യം ഉണ്ടാക്കാൻ തുനിയുന്നില്ല. നമ്മുടെ വേല എങ്ങനത്തെ വേലയാന്നൊക്കെ താൻ ചിന്തിക്കുന്നത് നല്ലതാ. സാറ് പാടിയൊരു പാട്ടുണ്ട്, പാടുന്നില്ല, അതും പറയുക. വേല വേല എന്ന് ചൊല്ലി. എങ്ങനെ സ്റ്റാൻലി? വേല വേല എന്ന് ചൊല്ലി വേലിയില്ലാ സ്ഥലം പോലെ 4 പാടും തുറന്നുള്ള ജാലസുവിശേഷകരെ കൊണ്ടുവരാൻ. അപ്പൊ ഈ വേല വിശ്വാസത്തിന്റെ വേലയാ. മുട്ടാലിരിക്കണം, ദൈവം നിനക്ക് വഴി തുറക്കും. മുട്ടാലിരിക്കണം. ദൈവം ഒരു വ്യക്തിയുടെയോ ഒരു കുടുംബത്തിന്റെയോ ഒരു സഭയുടെയോ ഒരു സംഘടനയുടെയോ ഒരു സംസ്ഥാനത്തിന്റെയോ ഒരു രാജ്യത്തിന്റെയോ ദൈവമല്ല, മുഴുവൻ ലോകത്തിന്റെയും ദൈവമാ. യാക്കോബ് പറയുന്നുണ്ടല്ലോ, ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നെന്ന് വിശ്വസിക്കണം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളെ നിശ്ചയം. അപ്രകാരം വിശ്വസിച്ചു നീതിയായിട്ട് കണക്കിട്ടു. ഇന്ന് രാത്രി അവൻ ആഴമായി ദൈവത്തിൽ വിശ്വസിക്കണം. ഇന്ന് വലിയ വലിയ വിശ്വാസ വീരന്മാരുണ്ട്. വിശ്വാസം എല്ലാം പറഞ്ഞ് റൈറ്റ് നൗ എന്നും പറഞ്ഞ് പടലി വെട്ടിച്ചു പറയാ ഇത് അക്കൗണ്ട് നമ്പർ താഴെ ഉണ്ടെന്ന്. ഭ്രാന്തായവനല്ല. ഇപ്പൊ പിന്നെ അക്കൗണ്ട് നമ്പരും വേണ്ടല്ലോ, കുന്തം ഉണ്ടല്ലോ, ഇത് കാണിച്ചു കൊടുക്കുന്നതന്നെ. ഭയങ്കര വിശ്വാസം വേലയാ. വലിയ വലിയ കൺവെൻഷൻ ചെന്നാൽ 2-3 പ്രാവശ്യം തോത്ര കാഴ്ച 8 മനുഷ്യൻ രൂപാട് വരിക. അതുകൊണ്ട് ആൾക്കാർ ഇപ്പൊ പോകാനും മടിയാ. അതുകൊണ്ട് വിശ്വാസികൾ തോത്ര കാഴ്ച കഴിഞ്ഞാ ചെല്ലുന്നത്. അതുകൊണ്ട് ഉപദേശമാർ അതിലും എടുക്കന്മാർ ഇതിനിടയ്ക്കാണ് എടുക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിന്നെ ജീവിക്കാൻ അനുവദിക്കുകയല്ല. ഇന്ന്
ഇന്ന് തന്നെ ഒരാൾ മൊബൈലിൽ കാണിച്ചു, എങ്ങാണ്ട് ഒരു ഭ്രാന്ത് പിടിച്ചു ചെറുക്കൻ, ഏതാണോ അവനെ പറഞ്ഞത്, നിങ്ങൾ പേഴ്സ് എടുത്തു എന്നിട്ട് നിങ്ങൾ ഇതിലേലും പൊക്കോളാൻ. ഈ മുടിയാന്തരം പിടിച്ചവനെയല്ല ആരിങ്ങോട്ട് വിട്ടെന്നുള്ളതാണ്. നിങ്ങളൊന്നും കാണുന്നില്ലല്ലോ. എന്നെ കാണിച്ച ഒരാള്, അവൻ്റെ പേര് ഒന്നും അറിയാൻ പറ്റില്ല, പേഴ്സ് എടുത്തു 2000 രൂപ 1000 രൂപ എന്തോ ആണോ അതൊക്കെ, പേഴ്സ് അങ്ങ് കൊടുത്തേക്കാൻ, എന്നിട്ട് നീ അല്ലേ ഇതിലേലും പൊക്കോളാൻ. അവനെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. അവന് പറഞ്ഞത് വേല വിശ്വാസത്തിൻ്റെ ആന്ന, നല്ല വേലയാ. എടാ, കൊടുക്കേണ്ടവൻ കൊടുത്തോളും, കിട്ടേണ്ടവന് കിട്ടും. ഇത് വേല ദൈവത്തിന്റെ വേലയാ. നീ വിശ്വസിച്ചൊന്ന് സ്തോത്രം ചെയ്തേ. ചുമ്മാ കിടന്ന് തെണ്ടരുത്. ഇത് ദൈവം തമ്പുരാന്റെ വേല, ദൈവത്തിന് നാണക്കേടാ. നീ കിടന്ന് തായോ ഊന്തം. എടാ, ഒരുത്തൻ നിരൂപിച്ചാ മതി. ഓരോശിന്റെ മനസ്സിനെയല്ലേ ദൈവം ഉണർത്തിയേ. കൽപ്പന പുറപ്പെടുപ്പിച്ച് എന്തൊക്കെ വേണ്ട സാധനമെല്ലാം തടി വെട്ടിക്കോളാൻ പറഞ്ഞു. ആളെ വേണോ, അവരെയും കൊണ്ടുപോകും. അതാ ദൈവത്തിന് മഹത്വം. അത് ഇപ്പൊ അങ്ങ് വിടുക, ലോകം ഉണ്ടാക്കണ്ട, അതുകൊണ്ടാ. ആട്ടെ. അപ്പൊ ഇവരുടെ മാതൃക ഒന്ന്, ഇത് വിശ്വാസത്തിന്റെ വേലയാ. രണ്ടാമത്തെ ഒരു മാതൃക, അത് വളരെ ശ്രേഷ്ഠമാ. 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിച്ചേ. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെയും വചനം കൈക്കൊണ്ടും. അതാ രണ്ടാമത്തെ മാതൃക. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനം കൈക്കൊണ്ടു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ ഭാരവും പ്രയാസവും ഉള്ളവരാ. അതെ, കടഭാരമുള്ളവർ കാണും, വീടില്ലാത്തവർ കാണും, വാടക കൊടുക്കാൻ നിർവാഹമില്ലാത്തവർ കാണും, കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നവർ കാണും, രോഗപീഠകൾ വലയുന്നവർ കാണും, വീട്ടിൽ പലവിധ പ്രശ്നങ്ങൾ പൊതുവിൽ പറയാൻ പറ്റുന്നതും പറയാൻ പാടില്ലാത്തതുമായ വിഷയങ്ങളിൽ ഞരക്കത്തോട് അനുഭവിക്കുന്നവർ കാണും. സഭയിൽ ചെല്ലുമ്പോൾ അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർ, ചിലപ്പോൾ അനുഭവിക്കുന്നവർ കാണാം. ശുശ്രൂഷകന്മാരും പലരും ചിലരെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കാണാം. അതൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ പിള്ളേർക്കുമൊക്കെ പ്രശ്നമുണ്ട്. നിനക്ക് പ്രശ്നമില്ലയോടാ? ഉണ്ട്, അവനുണ്ട്. അവനോട് വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് പ്രശ്നമില്ലേ മോനെ? നിന്റെ ഇരിപ്പ് കണ്ടാൽ അറിയാം പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ വീഡിയോ എടുക്കുന്ന പുള്ളിക്ക് പ്രശ്നമില്ലേ? ഒരു പ്രശ്നമില്ലേ? ഉണ്ട്. സ്റ്റാലിക്ക് വിഷയമൊന്നുമില്ലയോ? ടോമിച്ചന് വിഷയമൊന്നുമില്ലേ? ടോമിച്ചൻ വിഷയമാണെന്നല്ലേ ഇപ്പം. എനിക്കും പ്രശ്നമുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, നമുക്കെല്ലാം ഒത്തിരി വിഷയമില്ലേ അമ്മാമേ? ഇല്ലേ? ഉണ്ട്. ആർക്കാ പ്രശ്നമില്ലാത്ത? ഇവിടെ ആർക്കാ? ഈ ഒരു പഴമൊഴിയുണ്ട്, നിങ്ങൾക്കറിയാം, ആനയ്ക്ക് തടി ഭാരം, ഉറുമ്പിന് എല്ലാവർക്കും പ്രശ്നമുള്ളവരാ. പക്ഷേ ദൈവസന്നിധി വന്നിരുന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണം. അത് ചുമ്മാ സന്തോഷമല്ല, പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ. ഇന്ന് രാത്രി അങ്ങനെ വേണം ഈ വചനം കൈക്കൊണ്ടുകൊണ്ടിരിക്കാൻ. കാരണം ഈ വചനത്തിന് ശക്തിയുള്ള വചനമാ, അതിവേഗത്തിൽ ഓടുന്ന ദൈവത്തിന്റെ വചനമാ, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന ദൈവത്തിന്റെ വചനമാ, ഇത് ഉലകിലൊരുക്കി ശുദ്ധി ചെയ്ത ദൈവത്തിന്റെ വചനമാ, ഇത് തേനിലും തേൻകട്ടയിലും മധുരമുള്ള ദൈവത്തിന്റെ വചനമാ, ഇത് പൊന്നിലും തങ്കത്തിലും വളരെ ആഗ്രഹിക്കത്തക്ക ദൈവത്തിന്റെ വചനമാ, ഇത് ഇരുമ്പ് താമ്രതകളെ തകർക്കുന്ന ദൈവത്തിന്റെ വചനമാ, ഇത് അതിവേഗത്തിൽ ഓടുന്ന ദൈവത്തിന്റെ വചനമാ, ഇത് നിന്നെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ വചനമാ, ഇത് കടന്നു വന്ന് സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ വചനമാ, ഇത് ഇരുവായിട്ടുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയ വചനമാ, ഇത് ഉളവാക്കുന്ന വചനമാ. മാത്രമല്ല, യഹോവയുടെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റികയാ. യെശയ്യാ പ്രവാചകൻ പറയും, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല, അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളത് നിവർത്തിക്കും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോട് നീ ദൈവത്തിന്റെ വചനം കൈക്കൊള്ളുമ്പോൾ ഈ വചനം അതിവേഗത്തിൽ ഓടും. ഈ വചനം നിന്റെ വീട്ടിൽ ഓടിച്ചൊല്ലും, നിന്റെ അയലത്ത് ചെന്ന് ക്രിയ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. വിദേശത്ത് ഈ വിഷയങ്ങളുണ്ടെങ്കിൽ അവിടെ ഈ വചനം ചെന്ന് ക്രിയ ചെയ്യും. നീ ഇവിടെ ആരാധിക്കുമ്പോൾ ഇത് നിന്റെ സഭയ്ക്ക് ചുറ്റും ക്രിയ ചെയ്യും. ഇന്ന് രാത്രി അതിവേഗത്തിൽ ഓടുന്ന ദൈവത്തിന്റെ വചനം.
അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇവിടെ ഇരുന്ന് ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനം കൈക്കൊള്ളുമ്പോൾ അതിവേഗത്തിൽ ഓടുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി വിടുതലിന്റെ വ്യാപാര ശക്തി സമീപ ഭവനങ്ങളിൽ ഈ വചനം ക്രിയ ചെയ്യട്ടെ. സമീപ സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യട്ടെ. കുണ്ടറ പ്രദേശത്ത് വചനം കടന്നു ചെല്ലട്ടെ. ഓരോ ഭവനങ്ങളിൽ ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണം കേട്ടോ. വചനത്തിന് ശക്തിയാ. തേനിലും തേൻകെട്ടകിലും മധുരമുള്ള വചനമാ. അപ്പൊ ഈ തെസലോനിക്ക വിശ്വാസികളുടെ മാതൃക, ഒന്ന് വേല വിശ്വാസത്തിന്റെ, രണ്ട് ഇവര് ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. നല്ല മാതൃകയാ. ഒത്തിരി ഉണ്ട് മാതൃക. വേറൊരു മാതൃക, ഇവര് വേർപാട് പാലിച്ചവരാ. 9-10 വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യ ദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും, അടുത്തത് നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക് എങ്ങനെ തിരിഞ്ഞുവെന്നും. അപ്പോൾ അവിടെ ഒരു പദം, എല്ലാ പദങ്ങളും എടുക്കുന്നില്ല, അവിടെ ഒരു പ്രത്യേക പദം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വിട്ടു. എന്തിനാണ് അവിടെ എഴുതിയിട്ടുണ്ട്? ഞാൻ ആ പദം മാത്രം ഇങ്ങോട്ട് എടുക്കുന്നുള്ളൂ. നിങ്ങൾ വിട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ സേവിച്ചതും ആചരിച്ചതും അനുഷ്ഠിച്ചതും പിന്തുടർന്നതും മാമൂലും പാരമ്പര്യവും അനാചാരവും ദുരാചാരവും അതെല്ലാം വിട്ടു. നമ്മളും എല്ലാം വിട്ടെന്നും പറഞ്ഞാൽ ഈ വന്ന് കുത്തിയിരിക്കുന്നത്. വിട്ടെങ്കിൽ നല്ലത്. വിട്ടില്ലെന്നായി എൻ്റെ വാദം. ഇപ്പം നിങ്ങൾ പറയും, ചുമ്മാ കള്ളം പറയരുത് ഭാഷ, എല്ലാം വിട്ടാച്ചാ ഞങ്ങൾ വന്ന് ഇല്ലെന്നാ ഞാൻ പറയുന്നത്. ഒന്നും വിട്ടില്ല എന്ന് ഞാൻ പറയത്തുമില്ല. ചില കാര്യങ്ങളൊക്കെ വിട്ടു, എന്നാൽ ഇനി ധാരാളം കാര്യം വിടാനുണ്ട്. അപ്പം ഞാൻ ശാന്തമായിട്ട് ഇങ്ങനെ ഇരുന്ന് വചനവും ധ്യാനിച്ച് ന്യായമായ ചില കാര്യങ്ങളിങ്ങനെ നോക്കി നോട്ട് ചെയ്തു. അപ്പം ഇനി നമ്മൾ ഏതാണ്ട് ഒരു 158 കൂട്ടം കാര്യവും കൂടെ വിടാനുണ്ട്. പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന് ഇരിക്കുന്നത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 158. ഇനി ഒന്നുകൂടെ പരിശോധിച്ചാൽ കൂടാനേ ഒട്ടും കുറയാൻ. വിട്ടെങ്കിൽ നിങ്ങൾ ലേലിയ എന്ന് പറഞ്ഞോണം. ഞാൻ അങ്ങോട്ട് പറയാൻ പോവാ. വിട്ടില്ലെങ്കിൽ ഇപ്പൊ ഇരിക്കും പോലെ ഇരുന്നോണം. വിട്ടെങ്കിൽ ലേലിയ, പുറകിൽ ഒരാളെ ലേലിയ പറയുന്നത് പോലെ വിട്ടെങ്കിലേ പറയാവുള്ളൂ. ചുമ്മാ കിടന്ന് കൈപൊക്കരുത്. വിട്ടെങ്കിലേ പറയാവുള്ളൂ. ശബ്ദം ഉണ്ടെന്നും പറഞ്ഞ് ചുമ്മാ കൈയും ശബ്ദം ഉണ്ടെന്നും പറഞ്ഞ് പൊക്കരുത്. വിട്ടെങ്കിലേ പറയാവൂ. വിട്ടെങ്കിൽ ചടികടാന്ന് പറഞ്ഞോണം. ഞാൻ ഓരോന്ന് പറയാൻ പോവാ. ഒന്ന്, ഇപ്പോഴും ക്രിസ്ത്യാനികളെന്നല്ലെങ്കിൽ പെന്തിക്കോസുകാരെന്ന് അഭിമാനിക്കുന്ന ചിലര്, എല്ലാവരും അല്ല, ചിലര് പുതിയ വീട് വെക്കുമ്പം കള്ളിപ്പാല കെട്ടിത്തൂക്കും. ആരാണ്ട് പറഞ്ഞു കൊടുത്തതാ. വിട്ടെങ്കിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അത്രയും പേരെങ്കിലും വിട്ടല്ലോ, വലിയ കാര്യം. അപ്പൊ ആരോ പറഞ്ഞു കൊടുത്തു, ജോർജ് കുട്ടി കണ്ണും ദോഷം കിട്ടുമെന്ന്. പണിക്കേ എടാ, പുസ്തകത്തിലെ വാക്യം വിടി. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി. പിന്നെ ഏത് ദൃഷ്ടി വരാനാ? എന്നാ നീ ഉമ്മ കള്ളിപ്പാലയും മംഗലവും എല്ലാം കൂടെ കണ്ണെഴുതി എന്നൊക്കെല്ലാം മട്ട.
കേക്കട്ടെ. രണ്ട് സ്റ്റാൻലി എണ്ണിക്കോണം കേട്ടോ, മരിക്കല്ലയോ, എണ്ണിക്കോണം, നോട്ട് ചെയ്തോണം, പാടി കുഴഞ്ഞിരിക്കുകയായിരിക്കും അല്ലയോ. 2, ഇപ്പോഴും ചില പെന്തിക്കോസുകാര് അല്ല ക്രിസ്ത്യാനികള് കല്യാണം കഴിച്ച് മോൾ ഇങ്ങോട്ടും പറയും, ഒന്നേ പറയൂല്ല ചെയ്യും, വലത്തുകാല് വെച്ച്. മൂന്ന്, ഇപ്പോഴും പുതിയ വീട് വെച്ച് കഴിയുമ്പോ പാല് കാച്ചുന്നവരുണ്ട്. 3, സ്റ്റാൻലി എണ്ണിക്കോണം. 4, കല്യാണ കേസ് തന്നെ എടുക്കുക, ഒത്തിരി ഉണ്ട് പറയാൻ. അമ്മക്കച്ച കൊടുക്കുന്നവരുണ്ട്, മേടിക്കുകയും കൊടുക്കുകയും. കൊടുക്കട്ടെ, മേടിക്കട്ടെ, എണ്ണിക്കോണേ. എല്ലാവരുമല്ല, ചിലരെ എന്നാന്നറിയാമല്ലോ, 2 ദിവസം കൊണ്ട് കൈയുടെ വെള്ള. എല്ലാവരുമല്ല, ചിലര്. എണ്ണിക്കോണേ. വേറെ ചെല്ലു പറയും, എന്നാന്ന് എൻ്റെ കണ്ണങ്ങ്. തല്ലി എണ്ണിക്കോണേ. വേറെ ചിലര് രാവിലെ ഇറങ്ങിയപ്പോ ഇന്ന് വിരുന്നുകാരുണ്ട് കേട്ടോ. എണ്ണിക്കോണേ. ഇപ്പൊ എത്ര എണ്ണമായി? 7. ഞാൻ 158 എണ്ണമാണ് നോട്ട് ചെയ്തേക്കുന്നത്. എടാ, നിന്നോട് പറഞ്ഞിട്ടുണ്ട് കട്ടിലേലിരുന്ന് കാല്. അമ്മായിയമ്മ മരുമകളെ അടുക്കള പെരുമാറുമ്പോൾ അമ്മായിയമ്മ മരുമകളോട് സൂസമ്മയെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും കടുക് നിലത്ത്. എന്നാ കാരണം? വഴക്ക്. സഭയിലെല്ലാം വഴക്കുണ്ടാക്കുന്ന കടുക് തൂതിയാണോ? യാക്കോബായി ഓർത്തഡോക്സും കൂടെ വഴക്ക്. വഴി കിടന്ന ഡെഡ് ബോഡി വരെ വെച്ച കടുക് തൂതിയ. IPCയിലെ അഭിപ്രായ വ്യത്യാസം വഴക്കുണ്ട്. കടുകെല്ലാം കൂടെ തൂതിയ ഉമ്പനാട്ട് കൊണ്ട്. എന്താ പറഞ്ഞ ചായ? അസംബ്ലി സഭയിലും ഉണ്ട് അഭിപ്രായ വ്യത്യാസം. കടുക് തൂതിയാന്നോ? അല്ല. ഷാരോനിലും ഉണ്ട്. എവിടെ ഇല്ലാത്ത? ഇതെല്ലാം കടുക് തൂയ. കടുകല്ല വിഷയം, നീയാ വിഷയം. ഷായ്ചാനല്ലേ? അല്ല. എന്നെ സൂക്ഷിച്ചിങ്ങനെ നോക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഒത്തിരി വിടാനുണ്ടെന്ന്. എല്ലാവരും അല്ലെങ്കിൽ ചിലര് വിവാഹമൊക്കെ കഴിഞ്ഞ് ഉണ്ടല്ലോ കാണാൻ പോകുന്നേ, അടുക്കള കാണാൻ. ഒരണ്ടാവും, ഒരു അലമാരയും 3-4 പെണ്ണുങ്ങളും 5 കിലോ അലുവായും. ഇപ്പൊ ചടങ്ങാന്ന് ഇതെല്ലാം വിട്ടില്ലെന്ന്. 4-5 എണ്ണത്തിന് പറഞ്ഞില്ലായിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ച്. ഉള്ളതാട്ടെ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇന്ന് രാത്രിയിലെ ഞാൻ ഒരാളെ ഉദ്ദേശിച്ചല്ല പറയുന്നത്, ഞാനും നിങ്ങളും വിടേണ്ട ഒത്തിരി വിഷയങ്ങളുണ്ട്. ആചാരങ്ങൾ, മാമൂലുകള് ഉണ്ട്. ദൈവത്തിന് മഹത്വം. അതെല്ലാം ഇന്ന് രാത്രി അതിനോട് വിട പറഞ്ഞ് വിടേണ്ടതെല്ലാം പൂർണ്ണമായിട്ട് വിട്ട് ഞാനും നിങ്ങളും ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. ഒത്തിരിയുണ്ട്. എല്ലാവരും അതല്ലല്ലോ നമ്മുടെ വിഷയം. ഞാൻ എത്ര 9 എണ്ണം പറഞ്ഞു? 10? മതി. ഗുണമാകാനാണ് ആദ്യം അത് ഗുണമാകും. അപ്പൊ ഈ തെസലോനിക്കരുടെ വിശേഷത, 1, ഇവരുടെ വിശ്വാസം വിശ്വപ്രസിദ്ധം. 2, ഇവരെല്ലാവർക്കും മാതൃകാ വിശ്വാസികളാണ്. എൻ്റെ പ്രിയരെ, പേരും പ്രശസ്തിയും സ്ഥാനവും മാനവും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും ഒന്നും കിട്ടിയില്ലെങ്കിൽ നിന്റെ ഭവനത്തിലും അയലത്തും സമീപവാസികളുടെ നടുവിലും ദേശവാസികളുടെ നടുവിലും ഒരു മാതൃകാ വിശ്വാസിയായിട്ട് നിന്നേ. ചിലപ്പോൾ നോട്ടീസിലൊന്നും പേര് വരികയില്ലായിരിക്കും, യൂട്യൂബിലൊന്നും ചിലപ്പോൾ കണ്ടെന്ന് വരികയില്ല. പക്ഷേ സ്വർഗം നിന്നെ മാനിക്കും. മാതൃകയോടെ നിൽക്കുന്ന ദൈവമക്കൾ എല്ലാത്തിലും മാതൃകയാണ്. അപ്പൊ ഇവരുടെ വിശേഷതയാ ഇതെല്ലാം. മാത്രമാണോ ഈ സ്ഥലത്ത് എന്നാണ് പൗലോസ് സുവിശേഷം അറിയിച്ചത്. സുവിശേഷം പൗലോസ് എങ്ങനെയാ സുവിശേഷം അറിയിച്ചത്? അതെല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്. 5-ാം വാക്യം.
ഞങ്ങളുടെ സുവിശേഷം ആ. വചനമായി മാത്രമല്ല ആ. ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു. അപ്പോൾ ഈ തെസലോനിക്ക സ്ഥലത്ത് ചെന്ന്, പട്ടണത്തിൽ ചെന്ന് പൗലോസ് സുവിശേഷം അറിയിച്ചു. ഇടയ്ക്ക് ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാം. എടുത്ത വിഷയത്തിൽ ചിലപ്പം വരാൻ ഒക്കുന്നില്ലെങ്കിലും അത് ഒത്തില്ലെങ്കിലും വേണ്ട. ഇന്ന് രാത്രിയിലും ഈ ഭാഗവും കൂടെ എല്ലായിടത്തും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് സുവിശേഷം. ഇത് സുവിശേഷ യോഗമാണല്ലോ. സുവിശേഷം ചില കാര്യം ഓർപ്പിക്കാം, കമ്പിവാചകം പോലെ. എന്തുവാ ഈ സുവിശേഷം? നിങ്ങളെ ഇവിടുന്ന് പോകുമ്പോൾ ചിലർ ചോദിക്കും, എവിടെ പോരാ സുവിശേഷ യോഗത്തിന്? ഓ, എവിടാ? ആ പാസ്റ്ററുടെ വീടിന് താഴെ മാത്യു കോശിയല്ലയോ? ആ, ആരാ അവിടെ പ്രസംഗിച്ചേ? ഇനി ആളാ പ്രസംഗിച്ചത്. എന്തുവാ പറഞ്ഞേ? സുവിശേഷമാണ്. എന്തുവാ സുവിശേഷം? ആ സുവിശേഷം എന്നാ നല്ല അന്തരീക്ഷമായിരുന്നു, മൈക്കുമൊക്കെ നല്ലതായിരുന്നു, നല്ല പാട്ടുകാർ സ്റ്റാലിയ തിരുവനന്തപുരത്ത് നിന്ന് ഇറക്കിയതാ, കാർത്തികേയനെ തകഴിയിൽ നിന്നും കൊണ്ടുവന്നു, നല്ല ആളുമായിരുന്നു. ഞങ്ങൾ കസാര കിട്ടാതെ വെളിയിൽ നിൽക്കുകയായിരുന്നു. അതാണോ സുവിശേഷം? അപ്പൊ ശ്രദ്ധിക്കുക, അത് നമ്മൾ മറുപടി പറയണം. നമ്മളോട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാനും നിങ്ങളും ന്യായമായതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരാ. അതെങ്ങനെ മറുപടി പറയണം? വായിച്ച് പത്രോസിന്റെ 1-ാം ലേഖനം 3:15. അതിനും വാക്യമുണ്ട്, വായിര്. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം, പെട്ടെന്ന് വായിര്. നിങ്ങളിലുള്ള പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിപാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. ന്യായമായ കാര്യം ചോദിക്കുന്നവരോട് മറുപടി പറയണം. എങ്ങനെയാ മറുപടി പറയണ്ടേ? ഭക്തിയോടും സൗമ്യതയോടും ഭയഭക്തിയോടും മറുപടി പറയണം. അപ്പൊ ഇതിന് മറുപടി കൊടുക്കണം. അപ്പൊ അവർ ചോദിക്കുക, എന്തുവാ സുവിശേഷം? അപ്പൊ അതിന് മറുപടി ന്യായമായിട്ട് പറയണം. അതുകൊണ്ട് ഇന്ന് രാത്രി ചില കാര്യം ഒന്ന് പറയാം, ന്യായമായിട്ട്. എങ്ങനെ? വചനത്തിൽ നിന്ന്. ബാക്കിയെല്ലാം വായിച്ചോണം, ചടികടാന്ന് വായിച്ചോണം. എല്ലാം ഇന്ന് വചനത്തിൽ നിന്നാ. ഈ വായിപ്പിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ചിലർ പറയുന്നത് എന്നെ പറ്റി പല കാര്യം പറയുന്നതിൽ ഒരു കാര്യം ഇതാ, അയാൾ വായി വരുന്നതെല്ലാം പറഞ്ഞു വെച്ച് പോകുമെന്ന്. അപ്പൊ ഈ വായി വരുന്ന എന്താ ഈ വായിപ്പിക്കുന്നത്? ടോമിച്ച വായിച്ച് സഹായിക്കണേ. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ അതുകൊണ്ട് ചോദിക്കുക, എന്താ ഈ സുവിശേഷം? എന്തുവാ സുവിശേഷം? സുവിശേഷം മതം മാറ്റമല്ല, സഭ മാറ്റുന്നതല്ല, സംഘടന മാറ്റുന്നതല്ല, തത്വജ്ഞാനം വിളമ്പുന്നതല്ല, തത്വസംഹിതകൾ നിരത്തുന്നതുമല്ല, പ്രത്യേക ശാസ്ത്രങ്ങളെ വാരി വിതറുന്നതുമല്ല, അവരന്റെ തല കൊയ്യാൻ പ്രേരണ കൊടുക്കുന്ന മാർഗമല്ല. ഈ രാജ്യത്ത് ഞങ്ങൾ മാത്രം താമസിച്ചാൽ മതി, വേറെ ആരും വേണ്ടെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ തകർക്കാൻ നോക്കുന്ന പദ്ധതിയല്ല, മറ്റുള്ളവന്റെ സ്വൈര്യം കെടുത്തുന്ന മാർഗമല്ല, അവരെ കൊല്ലണമെന്ന് പ്രേരണ കൊടുക്കുന്ന മാർഗമല്ല സുവിശേഷം. പിന്നെന്താ സുവിശേഷം? സഭ മാറുന്നതുമല്ല. സുവിശേഷം ഒരു വ്യക്തിയാണ്, അത് മറ്റാരുമല്ല, നസറേയനാകുന്ന യേശു ക്രിസ്തു. വായിക്കുക, തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം വായിക്കാം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെന്നിട്ടിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അതാ സുവിശേഷം. ശ്രദ്ധിക്കുക, ഇതെല്ലാം ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഒക്കെ മനഃപ്പാഠമാണ്. അറിയാത്ത ആരെയും വെളിയിലോ ഓൺലൈനിലോ ഉണ്ടെങ്കിൽ അവരുടെ അറിവിന് അല്ല, അവരെ ഉദ്ദേശിച്ചാന്നല്ലോ ഈ കാര്യം വെച്ചിരിക്കുന്നതും. നിങ്ങളെല്ലാം കൂടെ തുള്ളിക്കാനാണ് ഹോളിലോട്ട് പോന്നാ പോരെ. അപ്പൊ എന്താ ഇത്? നിങ്ങളെല്ലാം വിളിച്ചു കൂട്ടി നമ്മളെല്ലാം ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ഈ സുവിശേഷവും കൂടെ അറിയിക്കാനാ. അപ്പൊ എന്തുവാ സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് നിർത്തിയില്ല, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. അപ്പൊ അതാണ് സുവിശേഷം. ഒന്നുകൂടെ ഒരു വിശദീകരണം കൊടുത്താൽ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം പെട്ടെന്ന് വായിച്ചു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇതാ സുവിശേഷം. യേശു ക്രിസ്തു തിരുവെഴുത്തുകൾ പ്രകാരം ജനിച്ച് അല്ലെങ്കിൽ മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകൾ പറഞ്ഞതുപോലെ 3-ാം ദിവസം ഉയർത്തു. അതാ സുവിശേഷം. എന്താ സുവിശേഷം? ഒന്നുകൂടെ തെളിയിക്കാം, വിശദീകരിക്കുക ചെറിയ തോതില്. യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്, ഇതാ സുവിശേഷം. എന്തുവാ സുവിശേഷം? നല്ല വാർത്ത, സദ്വർത്തമാനം, നല്ല വാർത്ത, ഗുഡ് ന്യൂസ്. അതാ സുവിശേഷം. അത് യേശുക്രിസ്തുവാ.
ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ജനനം നല്ല വാർത്തയാ. അതിലെ ദൂതന്മാർ വന്ന് പറഞ്ഞ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള നല്ല വാർത്തയായത്. നമ്മുടെയൊക്കെ വീടുകളിലെ പിള്ളേർ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരൊക്കെ ജനിച്ചപ്പം പണ്ട് കാലത്ത്, ഇപ്പോഴും ഒക്കെ അങ്ങനെ ചിലരുണ്ട്, എല്ലാവരും ഒന്നും ജനിക്കുമ്പോൾ എല്ലാവർക്കും ഒന്നും അത്ര നല്ല വാർത്തയായിട്ട് തോന്നുന്നില്ല. നമ്മൾ ചോദിക്കുകയല്ലേ, എന്തുവാ കൊച്ച്? കൊച്ച് പെണ്ണ. കുഞ്ഞെന്തുവാ? രണ്ടാമത്തതും പെണ്ണ. പണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഒരമ്മ പണ്ട് കാലത്ത് പ്രസവിച്ചു, 14 പ്രസവിച്ചു എന്നൊക്കെ. അങ്ങനെ മക്കൾ ധാരാളമുണ്ട്, 14 വലിയ സ്വത്തുകാരാ. 14 പ്രസവിച്ചതിൽ 11 പെണ്ണ, ഇടയ്ക്കാ പിള്ളേർ. അപ്പോൾ 14ാമത് പ്രസവിച്ചതും പെണ്ണ. അപ്പോൾ അവിടുത്തെ വലിയപ്പൻ ഭയങ്കര കുടി അങ്ങ് മൂത്ത് കഴിഞ്ഞപ്പം കെട്ടിച്ചു വിട്ട പെമ്മക്കളും എല്ലാവരും കൂടെ വന്ന്, അപ്പച്ചൻ ഇങ്ങനെ കുടിച്ചാൽ ഈ അച്ചുകുട്ടി പ്രസവിച്ച പിള്ളേരെയെല്ലാം കെട്ടിച്ചു വിടേണ്ടതാണ്. കുടിച്ച് മുതലെല്ലാം ഇഷ്ടംപോലെ സ്വത്തുള്ളവരെ, എന്നാൽ ഈ അപ്പനങ്ങ് കുടിയാ. അവസാനം പിള്ളേരെല്ലാം കൂടെ അപ്പൻ അറിയാതെ വന്നു കൂടി അച്ചാനോട് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം, ഇങ്ങനെ കുടിച്ചാൽ കുടുംബം നശിക്കുകയല്ലേ. അപ്പോൾ പുള്ളിയെ വിളിച്ചു, പിള്ളേരെല്ലാം കൂടെ വന്ന് അപ്പച്ചനെയും വിളിച്ചു. ഉച്ചയൂണ് കഴിഞ്ഞ് എല്ലാവരും മട്ട വിരിക്കുക, വലിയ വീടാ. അപ്പോൾ അപ്പച്ചൻ ചോദിച്ചു, നിങ്ങളെല്ലാവരും എന്നാ ഇന്ന് പതിവില്ലാതെ വന്ന്? ഉടനെ പിള്ളേർ മൂത്ത ആൾ പറഞ്ഞു, അച്ചായനോട് ഞങ്ങളൊരു മൂത്ത മരുമകനാ പറഞ്ഞ്, അച്ചായനോട് ഞങ്ങളൊരു കാര്യം പറയാൻ വന്നത്. എന്തുവാ? അച്ചായൻ ഇനിയും കുടിക്കരുത്. ഇത് പറയാനാ, ഇതുവരെയും കുടിയില്ലായിരുന്നില്ല, ഇപ്പം അടുത്ത കാലത്താണല്ലോ കുടി തുടങ്ങിയത്. കുടിക്കരുത്, കുടിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവൻ നശിച്ചു പോവുകയല്ലേ. ഉടനെ അപ്പച്ചൻ്റെ ഡയലോഗാ, ഞാൻ ഇന്ന് മുതൽ കുടി നിർത്താം. സന്തോഷം, ഒരു കണ്ടീഷനുണ്ട്. എന്തുവാ? അച്ചുക്കുട്ടി ഇനി പ്രസവിക്കത്തില്ലെന്ന് ഉറപ്പ് തരണം. ഉറപ്പ് തരാവോ? ഉറപ്പ് തരികയാണ്, ഇന്ന് കൂടി നിർത്തും. അപ്പൊ പുള്ളി പറഞ്ഞതിന്റെ വകുപ്പ് എന്നാന്ന് ചോദിച്ചാൽ, ഇങ്ങനെ പെമ്പിള്ളേരെ തന്നെ ഇവള് പ്രസവിക്കുന്നെങ്കിൽ മുതല് മുഴുവൻ കൊടുക്കണ്ടേ? അതാ പുള്ളി വലിയ കൂർമ്മകുത്തിക്കാരനാ. നമുക്കതിന് ഒരു വശം എടുക്കാം. അപ്പൊ ആ വീട്ടിൽ പെമ്പിള്ളേരെ അധികം പ്രസവിച്ചത് എല്ലാവർക്കും സന്തോഷം വന്നോ? ഇല്ല. പക്ഷേ ദൈവമക്കൾ നിരാശപ്പെടേണ്ട. മക്കളെ ഗോവാതിരുന്ന അവകാശവും ഉദരബലം ദൈവം തരുന്ന ആണും വേണം പെണ്ണും വേണം. ആണും പെണ്ണും ഉണ്ടെങ്കിലല്ലേ ലോകം ഇത് മുമ്പോട്ട് പോകും. അത് ദൈവത്തിന്റെ നിയമമാണ്. അപ്പം നമ്മുടെ എല്ലാം പലരുടെയും ജനനം, പല വീട്ടിലെയും ജനനം എല്ലാവർക്കും ഒന്നും സന്തോഷമല്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി സന്തോഷമാണ്. ഒത്തിരി കാര്യം പറയേണ്ടതുണ്ട്. ഈ തിരുപ്പിറവിയുടെ വിശേഷത ഒത്തിരി ഉണ്ട്. വിശേഷത, അതിൽ ഒരു വിശേഷത, കർത്താവ് ജനിച്ചപ്പോൾ ആ ജനന വാർത്ത അറിയിക്കാൻ ദൈവം ഒരു ദൂതനെ വിട്ടെന്നുള്ളതാണ്. ഇവിടെ ആര് ജനിച്ചപ്പോൾ ആ ദൈവം ദൂതനെ വിട്ടെ അറിയിക്കാൻ? ജനിച്ചപ്പോൾ ചിലപ്പോൾ ആശുപത്രിയിലാന്നേ അവരറിഞ്ഞു, വീട്ടിലാന്നേ, പണ്ടൊക്കെ വീട്ടിലാ അവർ മാത്രം പറഞ്ഞു. പിന്നെ വല്ലവരും വരുമ്പോഴാ കൊച്ചു കരയെന്ന് കേൾക്കുമ്പോഴാ അറിയുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ കൊച്ചുങ്ങൾ വീട്ടിലുള്ളത് അറിയാം. കാരണം മുറ്റത്ത് ഇങ്ങനെ ചെറിയ തുണി കഴുകി ഇടും, അമ്മയുടെ കച്ചമുറിയൊക്കെ ചെറുതായിട്ട് കീറി. ഇന്ന് അതുമില്ല. കൊച്ചുങ്ങളെല്ലാം കുന്നം ഇട്ടേച്ച് അടിച്ചൊതുക്കി അവിടെ ഇട്ടേച്ച് ഇവളെ മൊബൈലിൽ കളിച്ച് അത് അവിടെ കിടന്ന് തൂറുകയോ പെടുക്കുകയോ എന്തുവാ. അല്ല, നാടൻ ഭാഷയിൽ അങ്ങ് പറയുക, നിങ്ങളാരും ചെയ്തിട്ടില്ല. പണ്ട് കാലത്ത് അങ്ങനെയാന്ന്. അപ്പൊ വഴി നടന്നു പോകുമ്പോഴറിയാം ഈ വീട്ടിൽ കൊച്ചു കുഞ്ഞ് കൊണ്ടറിയാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, യേശുക്രിസ്തുവിന്റെ തിരുജനനത്തിന്റെ വിശേഷത ഈ തിരുപ്പിറവി അറിയിക്കാൻ സ്വർഗത്തിലെ ദൈവം ആദ്യം ഒരു ദൂതനെ ഇങ്ങോട്ട് വിട്ടു. അതാ ജനനത്തിന്റെ വിശേഷത. നമ്മൾ ജനിച്ചപ്പോൾ ഏത് ദൂതനാ വന്നേ? ഇവിടെ മത നേതാക്കന്മാരും സാമുദായിക നേതാക്കന്മാരും ഭരണപരിഷ്കർത്താക്കളും പണ്ഡിതന്മാരും പണ്ഡിത ശിരോമണിമാരും രാജ്യത്തെ ഭരിച്ച പ്രമാണിമാരും നാട്ടുരാജാക്കന്മാരും രാജാക്കന്മാരും എന്ന് വേണ്ട സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള എല്ലാവരും വന്ന് ജനിച്ച് ജീവിച്ച് മരിച്ച് പോയി. ഇവരുടെയൊക്കെ ജനനത്തിൽ ഏത് ദൂതനാവെന്ന് പറഞ്ഞേ? ഇത് സ്വർഗത്തിലെ ദൈവം ഒരു ദൂതനെ ആദ്യം ഇങ്ങോട്ട് വിട്ടു. ലൂക്കോസ് 2:8 മുതൽ ഒന്ന് വായിച്ച ടോമിച്ച. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ടുള്ള വാക്യം പെട്ടെന്ന് വായിര്.
അന്ന് ആ പ്രദേശത്ത് ആ. ഇടയന്മാർ രാത്രിയിൽ ആ. ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് ആ. വെളിയിൽ പാർത്തിരുന്നു. ഓടിച്ചു പോയാലും അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അപ്പൊ അതാ അപ്പൊ ആദ്യം ഒരു ദൂതനെ ഇങ്ങോട്ട് വിട്ടു. ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. ഈ ആട്ടിടയന്മാരുടെ അരികെ വന്ന് നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റുമിന്നി. അടുത്തത് അവർ ഭയപരിവേശയായി തീർന്നു. ആ. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട. ബഹുവചനമല്ല, ഏകവചനമാ. ദൂതൻ ഏകവചനമാ. അപ്പൊ ഒരു ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അപ്പൊ തിരുപ്പിറവിയെ പറ്റി ആദ്യം അറിയിച്ചത് ഒരു ദൂതനെ ദൈവം ഇങ്ങോട്ട് വിട്ടു. യേശുവിന്റെ ജനനം എല്ലാവരുടെയും ജനനം പോലല്ല. ഇത് നല്ല വാർത്തയാകാൻ കാര്യം ഈ ജനന വസ്തുതയെ ആദ്യം അറിയിച്ചത് ദൈവം ഒരു ദൂതനെ ഇങ്ങോട്ട് വിട്ടു. ആ ദൂതൻ വന്നങ്ങോട്ട് കാര്യം പറഞ്ഞ് അടുത്ത വാക്യത്തിലുണ്ട് ഉടനെ. അടുത്ത വാക്യം, മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അടുത്ത വാക്യം, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. 11-ാം വാക്യമായിരേ, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അടുത്തത്, നിങ്ങൾക്ക് അടയാളമോ ശീലക ചുറ്റി പശുത്തൊട്ടിയിൽ കിടത്തുന്ന ശിശുവിനെ നിങ്ങൾ കാണും. അടുത്ത വാക്യം, പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ഈ ആദ്യം വന്ന ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. എങ്ങനെയുണ്ട്? ആദ്യം ഈ തിരുപ്പിറവി അറിയിക്കാൻ ഒരു ദൂതനെ ഇങ്ങോട്ട് വിട്ടു. ഈ ദൂതൻ വന്ന ആട്ടിടയോട് കാര്യം പറഞ്ഞങ്ങോട്ട് തീർന്നപ്പോൾ പെട്ടെന്ന് എന്റെ ഭാവനയാ ആകാശമണ്ഡലം നിറയെ ദൂതന്മാര്. ഒന്നും രണ്ടും ഒന്നുമല്ല. സ്വർഗീയ എങ്ങനെ വായിക്ക് തോന്നിച്ച സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘമാ ദൂതനോട്. അല്ലാതെ ഒരു ഹാർമോണിയോ ഒരു സ്റ്റാൻലി അല്ല. ഇത് തന്നെ വലിയ ഞെരുങ്ങിയാ വിളിച്ചത്. അവര് യാത്ര അയച്ചോളും. പരുവക്കേട് പുള്ളി പറഞ്ഞെങ്കിലും ദൈവം വഴി തുറക്കും. നമ്മൾ ചിന്തിക്കുക ഇത് തന്നെ എങ്ങനെയാ പറഞ്ഞു വിടുന്നെന്ന് ഓർത്തിരിക്കുക. അവിടെ അങ്ങനല്ല, ഒരു വലിയ സംഘം. ചുമ്മാ വരികയല്ല. എന്റെ ഭാവന ഞാനങ്ങ് പറയുക. അയ്യോ, യെഹെസ്കേൽ പ്രവചനം 28 നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം, ആ കൂടുകളുടെയും തടങ്ങളുടെയൊക്കെ പണി പൊന്നുകൊണ്ടല്ലയോ. ആ കൂടും തടവും ഒക്കെ ചെറിയങ്ങോട്ട് വിടർത്തി ഇതങ്ങോട്ട് മീട്ടുമ്പോൾ സപ്തസ്വരമല്ലേ? എന്തൊക്കെയാ സപ്തസ്വരം? അറിയാമല്ലേ? അതല്ലേ സപ്തസ്വരം? സാരി ചൈനീസുകാർക്കായിരിക്കും. അപ്പോൾ ആകാശമണ്ഡലത്തിൽ എന്റെ ഭാവനയാ. കാരണം സങ്കീർത്തനക്കാരൻ പാടിയിരിക്കുന്നത് ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടിയാ. കോടി ദൂതന്മാരാ. ചുമ്മാ ചളക്കാപ്പിളക്കാന്നിരിക്കുന്നതല്ല ദൂതൻ. അല്ല, ശക്തിയുള്ളതാ ദൂതൻ. ഒരു ദൂതൻ നിന്ന് ഒറ്റയടി 1,85,000 ഈ ടൈപ്പാ. സ്തോത്രം. വേറൊരു ദൂതൻ സിംഹത്തിന്റെ ഗുഹ ചെന്ന് അനങ്ങാൻ അനുവദിച്ചില്ല. ഈ ടൈപ്പ് ദൂതന്മാരാ. എലീശായ്ക്ക് വേണ്ടി ഒരു മല നിറയാ ദൂതൻ ഇങ്ങോട്ട് വന്നേ. പ്രവാചകനാകുന്ന എലീശയ്ക്ക് വേണ്ടി ഒരു മല നിറയെ വന്നെങ്കിൽ ഇവിടെ ജനിച്ചത് ആരാന്നറിയോ? പ്രവാചകനിലും വലിയവൻ. പ്രവാചകനാകുന്ന എലീശയ്ക്ക് വേണ്ടി ഒരു മല നിറയെ ദൈവം ദൂതനെ ഇറക്കിയെങ്കിൽ ഈ കിടക്കുന്ന ശിശു പ്രവാചകനിലും വലിയവൻ, യോനയിലും വലിയവൻ, ശലോമോനേക്കാൾ വലിയവൻ, ദൈവാലയത്തേക്കാൾ വലിയവൻ. ആ വലിയവന്റെ തിരുപ്പറവയ്ക്ക് ആകാശമണ്ഡലം മുഴുവൻ ദൂതസംഘം വന്ന് പാട്ടങ്ങോട്ട് പാടി നല്ല വാദ്യ ഉപകരണങ്ങളൊക്കെ വെച്ചങ്ങോട്ട് മീട്ടി. എനിക്കും പാട്ട് വരുന്നുണ്ട്. ഇല്ല, ദൈവത്തിന് മഹത്വം. പാടാതെയും പറയാന്ന്. പിന്നെ അവരോട് വരികയായിരുന്നു, നല്ലതായിരുന്നു. അതാ, നിങ്ങൾ കാശ് കൊടുക്കണ്ടായിരുന്നു, ഞാൻ കൊടുത്തത്. അങ്ങനെയാ ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നേ. പിന്നെ കൊണ്ടുവരണ്ടെന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് കൊണ്ടുവന്നാൽ നിങ്ങളല്ലേ അവിടെ കിടന്ന് പിന്നെ മൂരാച്ചത്തരവെടുത്ത ഞാൻ അവരെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ അവർക്ക് കൊടുക്കും. എനിക്ക് തരുന്ന സ്വോത്ര കാഴ്ച എന്നാവും. പിന്നെ ചില ദൈവമക്കൾ അറിഞ്ഞ് അവർക്ക് ചെയ്യും. ചിലർ ചെയ്യും.
ഞങ്ങൾക്ക് ഒരു ഇത് എനിക്ക് തരുന്നതിൻ്റെ അത് അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. നല്ല പ്രാഗൽഭ്യത്തോടാണ് ഇത് പ്രസംഗിക്കുന്നത്. എനിക്ക് നല്ല പ്രാഗൽഭ്യമുണ്ട് അല്ലേ? അവരോട് ചോദിച്ചു നോക്കും. അവരെ കൊണ്ടുവരുമ്പോൾ ഞാൻ അവർക്ക് എനിക്ക് തരുന്നത് അടുത്ത പ്രാവശ്യം നോക്കട്ടെ, ഈ പ്രാവശ്യത്തൊന്ന് കഴിയട്ടെ, എന്നിട്ട് ഞാൻ പറയാം. ഞാൻ ദൈവസന്നിധിയിലല്ലേ പറയുന്നത്. എൻ്റെ കൂടെ വരുന്ന ഹാർമോണിയം വായിക്കുന്ന സഹോദരന്, വണ്ടി ഓടിക്കുന്ന ആള്, വാക്യം വായിക്കുന്ന ആളൊക്കെ എനിക്ക് ദൈവമക്കൾ തരുന്നത് ഞാൻ കൊടുക്കും അവർക്ക്. വളരെ ഷൂപ്പാസ്റ്റോട് ചോദിച്ചാൽ പറയാം. ചിലയിടത്ത് നിന്നൊക്കെ തന്ന് അത് തരാനും തെറ്റിദ്ധരിക്കരുത്, നല്ല രീതിയിൽ എടുക്കണേ ദൈവത്തെ ഓർത്ത്. ചില സമയത്ത് എല്ലാവർക്കും തിരിച്ചു പോകുമ്പോൾ വണ്ടിയെ വെച്ച് വീതിച്ച് കൊടുത്താൽ ചിലപ്പോൾ എനിക്ക് 500 രൂപയോ കൂടി വന്നാൽ 1000 രൂപയൊക്കെ ആയിരിക്കും കയ്യിൽ. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, ദൈവത്തെ ഓർത്ത് ഇത് കട്ട് ചെയ്തിടരുത്. ഞാൻ നല്ല മനസ്സോടായി പറയുന്നത്. നാളെയും ചെയ്യും, എൻ്റെ മരണം വരെ ചെയ്യും. അപ്പം ഇവർ ധരിച്ച് ഇനി അവരെയും കൂടെ വിളിക്കുമ്പോൾ അവർ കൂടെ അപ്പം കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അവരെ കൊണ്ടുവന്ന അതുകൊണ്ട് ഇന്ന് പാടുന്നില്ല. ഇന്ന് പാടാതെ പ്രസംഗിക്കാം. ഏത് പാട്ടിനാ മ്യൂസിക് ഇല്ലാത്തൊരു പാട്ട് പറഞ്ഞേ? മ്യൂസിക് ഇല്ലാത്ത ഒരു പാട്ട് പറ. എല്ലാ പാട്ടിനും താളവും ശ്രുതിയും മ്യൂസിക്കും ഉണ്ട്. ഇല്ലേ സ്റ്റാൻലി? ഇല്ലേ? പുള്ളി പറയാം മ്യൂസിക് ഇല്ലാത്ത പാട്ട് പാടാൻ. അങ്ങനൊരു പാട്ട് ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ല. നമ്മളൊരെണ്ണം എഴുതിക്കൊണ്ട് വാ, അപ്പം ഞാൻ പാടാം മ്യൂസിക് ഇല്ലാത്തൊരു പാട്ട്. അപ്പം ശ്രദ്ധിച്ചേ, ഈ യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ വിശേഷത ഒന്ന്, ആ ജനിച്ച സമയത്ത് ഒരു ദൂതനെ ഇങ്ങോട്ട് വിട്ടു. ഈ ദൂതൻ വന്ന് ആട്ടിടയന്മാരോട് പറയുക, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാ സന്തോഷം. ഇങ്ങനെ ഒരു തിരുപ്പിറവി ആരണ നടന്നു. മാത്രമല്ലോ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം, ആ സംഘം അങ്ങോട്ട് വന്ന് ആകാശമണ്ഡലത്തിൽ നിറഞ്ഞിട്ട് എൻ്റെ ചിന്തയാ, എൻ്റെ ഭാവനയാ, സകല വാദ്യ ഉപകരണങ്ങളും വെച്ച് അങ്ങോട്ട് മീട്ടി പാട്ട് പാടി, പാട്ടിന്റെ മർമ്മം അവിടെ എഴുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശുക്രിസ്തു സമാധാനമാണ്. അപ്പോൾ അവിടുത്തെ തിരുജനനം നല്ല വാർത്തയാ. മാത്രമാണോ, മരണവും നല്ല വാർത്തയാണ്. സാധാരണ മരണം നല്ല വാർത്തയല്ല, ദുഃഖമാണ്. വേർപാടിൻ്റെ വാർത്ത അറിയിക്കുന്ന ദുഃഖത്തോടാ. നമ്മുടെ മാതാപിതാക്കളോ പ്രായമുള്ളവരോ വേണ്ടപ്പെട്ടവരോ ഏത് പ്രായത്തിൽ മരിച്ചാലും അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അത് മനോദുഃഖമാണ്. 147 വയസ്സുള്ള യാക്കോബ് മരിച്ചു. 147. അന്നേരം യോസേഫ് എന്നാ ചെയ്ത? വായിച്ച 50-1 വായിര്. ഏതമ്പതാന്നായിരിക്കും? ഉൽപ്പത്തി 50-1 വായിക്കും. അപ്പോൾ യോസഫ് തന്റെ അപ്പന്റെ മുഖത്ത് വീണ് കരഞ്ഞ് അവനെ ചുംബിച്ചു. കണ്ടോ? അപ്പം മരിച്ചു കിടക്കുക. അപ്പന്റെ മരണം നല്ല മരണമാ. 49-33 വായിച്ചേ. യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ചു തീർന്ന ശേഷം അവൻ കാൽ കട്ടിന്മേൽ എടുത്തു വെച്ചിട്ട് പ്രാണനെ വിട്ട് തന്റെ ജനത്തോട് ചേർന്നു. നല്ല മരണം. അപ്പൻ മരിച്ചു. അപ്പൻ മരിച്ചു കഴിക്കുമ്പോൾ യോസേഫ് അപ്പൻ മരിച്ചെന്ന് മനസ്സിലായപ്പോൾ അപ്പന്റെ മുഖത്ത് വീണ്, ഒന്നുകൂടെ വായിച്ച 50-1. അപ്പോൾ യോസഫ് തന്റെ അപ്പന്റെ മുഖത്ത് വീണ് കരഞ്ഞ് അവനെ ചുംബിച്ചു. അന്ത്യചുംബനം കൊടുക്കുക. ഇന്ന് ചിലർ അന്ത്യചുംബനം കൊടുക്കും, അപ്പൻ ഒരു ഗുണവും ചെയ്യാതെ അവസാനം ഡെഡ് ബോഡി പൊക്കാൻ നിർത്തും. യോസേഫ് അന്ത്യചുംബനം കൊടുത്തത് അപ്പന് ചെയ്യേണ്ടതെല്ലാം ചെയ്തേച്ചാ. അപ്പന് ചെയ്യേണ്ടതെല്ലാം ചെയ്തേച്ചാ. അപ്പനെ ഇങ്ങോട്ട് വരുത്താൻ വണ്ടി അങ്ങോട്ട് വിട്ട്, രഥം ഓട്ടോ അല്ല വിട്ടത്. അപ്പൻ അവസാനം തുള്ളിയും ചാടിയും ദൈവത്തെ സ്തുതിച്ചും ഇവിടെ വന്നപ്പോൾ അപ്പൻ്റെ ഇടുക്കും തെറ്റി. മിസ്രൈമിലെ രഥമാണ് അങ്ങോട്ട് വിട്ടത്. മിസ്രൈമിലെ രഥത്തിന് വെക്കുന്ന കുതിരയെന്ന് പറഞ്ഞാൽ കെടി കെട്ടിയ കുതിരയാ. പറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിര. അതിനെ അങ്ങോട്ട് അമിച്ച് കെട്ടി അതിന് തേരാളികളേക്ക് ഇങ്ങോട്ട് വിട്ട് രഥം അങ്ങോട്ട് കനാനിലോട്ട് പോകുക. അപ്പോൾ രഥത്തിന്റെ കൊടിയുണ്ട്, കൊടിക്കൂറ ഇങ്ങനെ പാറിപ്പറക്കുക. അങ്ങനെ പാറിപ്പറക്കുമ്പോൾ പിള്ളേരപ്പച്ചനെ വിളിച്ചു, അപ്പച്ച ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ
മിസ്രയീമിൽ നിന്ന് യോസേപ്പ് വെച്ച രഥത്തിന്റെ കൊടിക്കൂറ കണ്ട് കൊടി ഇങ്ങനെ മാറി പറന്ന് രഥം വരുന്ന അടുക്കും തോറും പുള്ളിക്ക് ചൈതന്യം ഉണ്ടായെന്ന അപ്പനെ രഥത്തിലോട്ട് കയറ്റി കനാനിൽ നിന്ന് മിസ്രയീമിലോട്ട് എന്നാ പരിവാരത്തോടെ. അതാ അപ്പനെ ചെയ്ത്. നീ നിന്റെ നല്ല വണ്ടി അപ്പനെ അമ്മയും കയറ്റിയിട്ടുണ്ടോ? നീ പുതിയ വണ്ടി മേടിച്ചോണെ അവള് കയറി ഫ്രണ്ടിലിരുന്ന് ബെൽറ്റ് വിട്ട് പിന്നെ പറയാ നള്ളനെങ്ങാനും ഇരുത്തിയത് എൻ്റെ തനിനിറം എടി അമ്മച്ചിയും കൂടി എടുത്ത് കുമ്മച്ചി പുറകിലെങ്ങാനും വേണേ എന്നുവെച്ച് ഇവിടെ വന്ന് അവള് ജീസസ് താങ്ക് ലോർഡ് ജീസസ് ഊളത്തരവെല്ലാം. ഇതിനെയൊക്കെ എന്നാ ചെയ്യണം? അയ്യോ, അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്ന്. അവന് വല്ലതും മിണ്ടാൻ പറ്റുമോ? അമ്മയെ കയറ്റാൻ പറ്റുമോ? ഭാര്യയെ കയറ്റാൻ പറ്റുമോ? ഭാര്യയെ കയറ്റിയ അമ്മ വണങ്ങും, അമ്മയെ കയറ്റിയ ഭാര്യ വണങ്ങും. അയ്യോ, നമ്മളെന്തോ ഒരു സ്തോത്രം പറ. നിങ്ങൾക്ക് ഞാൻ വേറെ തരാം. ഇവരുടെ കാര്യമാണ് പറഞ്ഞ് ഉണ്ടെന്ന്. അങ്ങനെ ഒത്തിരി കേസുകളുണ്ടെന്ന്. യോസേപ്പ് അപ്പനെ രഥത്തിലാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കൊണ്ടുവരിക മാത്രമാണോ? അവിടോട്ട് വന്ന് ഫറവോനെ മുഖം കാണിക്കാൻ കൊണ്ടുപോയി. കാര്യങ്ങളെല്ലാം പറഞ്ഞേച്ച് ഗോശേൻ ദേശം നല്ല ഫലപുഷ്ടമായ സ്ഥലമാണ്. ദേശം കൊടുത്തു, താമസിക്കാൻ ഏരിയ കൊടുത്തു, വേണ്ട ക്രമീകരണമല്ല എല്ലാം ചെയ്തു. 17 കൊല്ലം അവിടെ പാർത്തപ്പൻ. 17 അല്ല, കഞ്ഞിയും വെള്ളം കുടിക്കാതെ കിടക്കുകയല്ല, 17 കൊല്ലം. അത് കഴിഞ്ഞപ്പോഴാണ് അപ്പം മരിച്ചത്. അപ്പോൾ യോസേപ്പ് മുഖത്ത് വീണ് കരഞ്ഞ് അങ്ങനെ ആ ചുംബനം കൊടുക്കണം. ഇത് തന്തയ്ക്കും തള്ളയ്ക്കും വെള്ളം കൊടുക്കുകയല്ല, ഒരു തൂവാല പോലും മേടിച്ച് കൊടുക്കുകയല്ല, ജീവിച്ചിരിക്കുമ്പം വിളിക്കുകയല്ല, ചെല്ലുകയല്ല, അന്വേഷിക്കുകയല്ല. എന്നിട്ട് ചത്ത് കഴിയുമ്പോൾ അപ്പൻ്റെ ഫോട്ടോ ഉള്ള പോത്തേലും തെങ്ങേലും മതിലേലും ചാച്ചൻ നിത്യത പോടാ കൂച്ചൻ നിത്യത. ഞാൻ തമാശ പറഞ്ഞതല്ല. എന്നുവെച്ച് ഡെഡ് ബോഡി എടുക്കാൻ നേരത്തെ മാപ്പിളമ്പം അല്ല കരണം പൊട്ടി വല്ല കണ്ണേ തേക്കണം ഒരച്ചേച്ച്. അന്തൊക്കെയും തള്ളയ്ക്കും വെള്ളം കൊടുക്കാതെ അന്വേഷിക്കാതെ മോങ്ങാൻ വന്ന. ദൈവത്തിന് മഹത്വം. നിനക്ക് നന്മയുണ്ടാകുവാൻ നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ കൺവശം വെക്കാനല്ല. അറിയാമല്ലോ. അതെ, ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ സുവിശേഷത്തിന്റെ വിശേഷതയായി പറയാൻ പോകുന്ന യേശുവിന്റെ തിരുജനനം, മരണം, വിശേഷപ്പെട്ട മരണമാണ്. എന്താ ഇവിടുത്തെ മരണത്തിന്റെ ഈ മരണം ദുഃഖമാണ്. പക്ഷേ യേശുവിന്റെ മരണം നല്ല വാർത്തയാണ്. എന്താ യേശു ക്രിസ്തുവിന്റെ മരണം നല്ല വാർത്തയാകാൻ കാരണം? ഒരു കാരണം കൊരിന്ത്യർക്ക് എഴുതിയ 15-ാം അധ്യായം 1-ാം ലേഖനം 15:3 മുമ്പേ വായിച്ചതിൽ ഒന്നുകൂടെ വായിച്ച ടോമിച്ച. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. ആൻസർ അവിടെ ഉണ്ട്. യേശു ക്രിസ്തുവിന്റെ മരണം നല്ല വാർത്തയാകാൻ കാരണം നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് യേശു മരിച്ചത്. ഇവിടെ ധാരാളം ആൾക്കാർ വന്ന് ജനിച്ചു, ജീവിച്ചു, മരിച്ചു. ആരും മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് മരിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അവര് മരിച്ചു, വേറെ ചില കാര്യത്തിന് വേണ്ടിയൊക്കെ മരിച്ചു. പക്ഷേ യേശു ക്രിസ്തു മരിച്ചത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്താനാ. അതുകൊണ്ടാണ് ഈ മരണം നല്ല വാർത്ത. ഞാനെപ്പോഴും പറയും യേശുവിന്റെ മരണം നല്ല വാർത്ത. അതന്നെ, അതിന് വേണ്ടയുണ്ട് കാര്യം. വാക്യങ്ങൾ എടുപ്പിക്കാൻ നേരമില്ല, പറഞ്ഞു വിട്ടേക്കെ. അറിയാമല്ലോ എല്ലാവർക്കും. ഒന്ന്, മരിക്കാനാണ് ഇങ്ങോട്ട് വന്നേ. നമ്മളെല്ലാം ജീവിക്കാൻ വന്നതാണ്. യേശു വന്നത് മരിക്കാൻ. തന്നെ യേശുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ളതിനെ പറ്റി ഇങ്ങനെ ആക്കുന്നത്, മനുഷ്യപുത്രൻ വന്നത്, അങ്ങനെ എഴുതിയേക്കുന്നത്. മനുഷ്യപുത്രൻ വേറെ ഭാഗത്ത് ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ. അപ്പോൾ യേശുവിനെ പറ്റി പറഞ്ഞില്ല, വന്നെന്ന. അതിൻ്റെ അർത്ഥം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എന്നോട് പൊന്നച്ചാൻ ചോദിച്ചു എപ്പോഴാ വന്നേ. അതതിൻ്റെ ന്യായമായ ചോദ്യം. അല്ലാതെ ഞാൻ വന്നിരുന്നോണ്ടേ എപ്പോഴാ ജനിച്ചേ? അത് ഇപ്പം ചോദിക്കുന്നത് ലോജിക്കല്ലല്ലോ. പക്ഷെ ഇപ്പോഴത്തെ ന്യായമായ ചോദ്യം എപ്പം വന്നു. അപ്പം ഞാൻ പറയും വന്നതേ ഉള്ളൂ, അല്ലെ ഇപ്പോഴാ വന്നേ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഉണ്ടായിരുന്നു. എവിടുന്നോ ഇങ്ങോട്ട് വന്നതാ. അപ്പൊ യേശു ക്രിസ്തു വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം നേരത്തെ ഉണ്ടായിരുന്നു. എവിടെ? സ്വർഗത്തിലെ. അവിടുന്ന് ഇങ്ങോട്ട് വന്നു. അത് സ്വർഗത്തിൽ കൗൺസിൽ കൂടിയാണ് ഇങ്ങോട്ട് അയച്ചത്. 40-ാം സങ്കീർത്തനം. അപ്പോൾ ഞാൻ പറഞ്ഞു പുസ്തക ചുരുളിൽ
ആ ഭാഗത്തേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഇവിടുത്തെ കൗൺസിൽ കൂടി ഇങ്ങോട്ട് അയച്ചു. വന്നത് എന്തിനാ? ഒന്ന്, മരിക്കാനാ വന്നേ. രണ്ട്, കൂടെ കൂടെ പറയുമായിരുന്നു മരിക്കുമെന്ന്. മരിക്കും. അണ്ടാ ഒരു വാക്യം വായിച്ചു ടോമിച്ച, മത്തായി 16:21. എല്ലാ വാക്യവും വായിപ്പിക്കാൻ നേരമില്ല. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പ്രസ്താവിച്ചെന്നല്ല, അന്ന് മുതല് പ്രസ്താവിച്ചു തുടങ്ങി. അങ്ങനെ പഠിക്കുന്നതാണ് നല്ലത്. അന്ന് മുതല് എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞേച്ച് അയ്യോ ഞാൻ അബദ്ധം പറഞ്ഞതാന്നല്ല പറഞ്ഞേ. അന്ന് മുതൽ പറയാൻ തുടങ്ങി മരിക്കും. ഇങ്ങനെ പറഞ്ഞ ഏത് നേതാവുണ്ട്? അപ്പം മരണത്തിൻ്റെ വിശേഷതയാ. ഒന്ന്, മരിക്കാനാ വന്നേ. രണ്ട്, അന്ന് മുതൽ മരിക്കുമെന്ന് പറഞ്ഞ് തുടങ്ങി. മൂന്ന്, എങ്ങനാ മരിക്കുന്നെന്നും പറഞ്ഞു. പലതും സഹിച്ച്. വേറെ ഭാഗത്തുണ്ട് ഉപദ്രവങ്ങള്, അടി, ആക്ഷേപം, നിന്ന. അപ്പം എല്ലാ വാക്യം എടുപ്പിക്കുന്നില്ല. എങ്ങനെ മരിക്കുമെന്ന് യേശു പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ഏത് നേതാവുണ്ട്? 4, ഈ മരണത്തിന്റെ പിൻപിൽ ആരാണെന്ന് യേശു പറഞ്ഞു. മഹാപുരോഹിതന്മാര്, ശാസ്ത്രിമാര്, പരീശന്മാര്, അങ്ങനെ ഇവരാ ഇതിന്റെ പിൻപിൽ അണിയറ. അത് യേശു പറഞ്ഞു. ഇങ്ങനെ ആര് പറഞ്ഞു? 5, ഈ മരിക്കുമെന്ന് പറഞ്ഞു. 5, എവിടെ വെച്ച് മരിക്കുമെന്ന് യേശു പറഞ്ഞു? യെരൂശലേമിൽ. ഏത് നേതാവ് ഇങ്ങനെ പറഞ്ഞു? യേശു അല്ലാതെ. എവിടെ വെച്ച് മരിക്കും? യെരൂശലേമിൽ. 6, മരിക്കുമെന്ന് പറഞ്ഞിടത്തല്ല മരിക്കും എന്ന് പറഞ്ഞ് നിർത്തിയില്ല. മരിക്കുമെന്ന് പറഞ്ഞിടത്തെല്ലാം ചേർത്ത് പറഞ്ഞു ഉയർക്കും. അതും പറഞ്ഞു. ഇങ്ങനെ ആര് പറഞ്ഞു? ഇങ്ങനെ മരിക്കുമെന്ന് പോലും പറഞ്ഞില്ലല്ലോ. അല്ല, മരിക്കാൻ നേരത്ത് ഒന്നും പലരും നമ്മൾ ചോദിക്കല്ലേ അപ്പച്ചൻ എങ്ങനെയാ മരിച്ചത്? അപ്പച്ചനെ അങ്ങ് പോയി വല്ലതും പറഞ്ഞു, പിന്നെ ഒന്നും മിണ്ടിയില്ല. യേശു അങ്ങനല്ല. 1, മരിക്കാൻ വന്നു. 2, മരിക്കുമെന്ന് കൂടെ പറഞ്ഞു. 3, എങ്ങനെ മരിക്കുമെന്ന് പറഞ്ഞു. 4, ഇതിന്റെ പിമ്പിൽ ആരാണെന്ന് പറഞ്ഞു. 5, എവിടെ വെച്ച് മരിക്കുമെന്ന് പറഞ്ഞു. 6, മരിക്കുമെന്ന് പറഞ്ഞിടത്തെല്ലാം സ്റ്റോപ്പ് ചെയ്യാതെ പറഞ്ഞു ഉയർക്കുമെന്നും പറഞ്ഞു. 7, എപ്പോഴേലും ഉയർക്കുമെന്നല്ല പറഞ്ഞ, 3-ാം ദിവസം ഉയർക്കും. എന്നെ നിർത്തണോ? സമയമായോ? ആയിക്കോട്ടെ. അപ്പോൾ 3-ാം ദിവസം ഉയർക്കുമെന്നും പറഞ്ഞു. ഇതുപോലെ പറഞ്ഞ ഒരു നേതാവുമില്ല, യേശു മാത്രമേ ഉള്ളൂ. അല്ല, ഈ മരണം നല്ല വാർത്തയാണ് പറഞ്ഞത്. ദൈവത്തിന് മഹത്വം. ഞാൻ ആ ഭാഗം വിടുക. അപ്പോൾ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. അല്പം കൂടെ വിശദീകരണമാ കൊരിന്ത്യർ ലേഖനം. യേശു ക്രിസ്തുവിന്റെ ജനനം, മരണം, അടക്കം, ഉയർപ്പ്, ഇതാ സുവിശേഷം. ഇനി എന്തിനാ സുവിശേഷം? തീത്തോസ് 2:11 ഒറ്റ വാക്കി പറയാം, സകല മനുഷ്യനും രക്ഷപ്പെടാൻ. അതിനാ സുവിശേഷം. ഒരു ഏരിയയോ ഒരു വിഭാഗക്കാരോ ഒരു മതക്കാരോ സംഘടനക്കാരോ ഒന്നുമല്ല, സകല മനുഷ്യനും. വായിച്ച് 2:11 തീത്തോസ്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. മതി, തെളിഞ്ഞല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ
നീ ഹൈന്ദവനോ മുസ്ലിം സഹോദരനോ ബുദ്ധനോ ജൈനനോ പാഴ്സിയോ നാമധേയ ക്രിസ്ത്യാനിയോ നിരീശ്വരവാദിയോ കറുത്തതോ വെളുത്തതോ ഇരുനിറമോ പണ്ഡിതനോ പാമരനോ കുചേലനോ കുബേരനോ ആരുമായിക്കൊള്ളട്ടെ, ദൈവത്തിന് ഇതൊന്നും വിഷയമല്ല. ആമൻ. സുവിശേഷം എന്തിനാണെന്നറിയാമോ? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ഹല്ലേലൂയ. ഇതൊരു വിഭാഗക്കാരുടെ കുത്തകയല്ലെന്ന്. സകല മനുഷ്യനും രക്ഷപ്പെടണം. അല്ലാതെ ഞങ്ങൾ മാത്രം രക്ഷപ്പെട്ടാൽ മതി, വേറൊരുത്തനെല്ലാം പോട്ടെന്നല്ല. സകല മനുഷ്യരും. ദൈവത്തിന് മഹത്വം. ഓടിച്ചു പറയാ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ഇനി ആരോടാ പറയേണ്ടത്? വായിച്ചേ ടോമിച്ച. മർക്കോസ് 16:15 മർക്കോസ് 13:10. ചടിയടാന്ന് വായിച്ചോ, നിർത്തുക. എല്ലാം അറിവുള്ള വാക്യമല്ലേ? മർക്കോസ് 16:15 13:10. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുക. സകല സൃഷ്ടികളും ഇത് കേൾക്കണം. അതെന്തിനാന്ന് ചോദിച്ചാൽ, വേറൊരു ചിന്തയെ പറഞ്ഞാൽ, ഈ സൃഷ്ടികളെല്ലാം ഞരങ്ങിക്കൊണ്ടിരിക്കുക. സൃഷ്ടിക്കെല്ലാം ഒരു വീണ്ടെടുപ്പുണ്ട്. നമ്മളൊരു പാട്ട് പാടുകയല്ലേ, സർവ്വ സൃഷ്ടികൾ ഏകമായി ഏങ്ങിടും രോദനം. കേൾക്കും. സർവ്വ സൃഷ്ടികൾ ഞരങ്ങുക. എന്തിനാ? ഇതിനൊരു വീണ്ടെടുപ്പുണ്ട്. അപ്പൊ സകല സൃഷ്ടികളോട് സുവിശേഷം അറിയിക്കണം. മർക്കോസ് 10:13. എന്നാൽ സുവിശേഷം മുമ്പേ സകല ജാതികളോടും പ്രസംഗിക്കണം. അപ്പൊ സകല ജാതികളും ഇത് കേൾക്കണം. ഈ ജാതിയും മതവും വർഗവും മരണമൊക്കെ മനുഷ്യനൊപ്പിച്ച വിനകൃതിയാ. വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഈ ഭൂമിയിൽ പാർക്കുന്ന സകല മനുഷ്യനും ഒറ്റയൊരുത്തന്റെ സന്തതിയാ. അതല്ലേ 17:24 അറിവുള്ള വാക്യമാ. അപ്പോസ്തല പ്രവൃത്തി 17:24. 24 26 ഒന്ന് വായിച്ചേ ടോമിച്ച. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവനൊരുത്തൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കിയെന്ന 26 24 ലോകവും 26 ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തരിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി. സകല എണ്ണോ ഒറ്റയൊരുത്തൻ്റെതാന്ന്. അന്നേരം നമ്മൾ പറയുക, ഞാൻ ഇച്ചിരി കൂടിയതാ, മറ്റവൻ ഇച്ചിരി. ഞങ്ങൾ കുണ്ടറ പണിക്കര, ഉടനെ മറ്റവൻ ഞങ്ങൾ കുണ്ടറ എന്തോ തരകൻ, ഉടനെ മറ്റവൻ കുണ്ടറ മുതലാളി, അത് അടൂര. ഞങ്ങൾ മുതലാളി, മറ്റവൻ താരകൻ, മറ്റവൻ പണിക്കർ, പിന്നെ വേറെ ഏതാണ്ട് ഒരെണ്ണം കൊണ്ടുണ്ട്, വൈദ്യൻ, അത് നമ്മുടെ ചേതേവലക്കര. എന്നതാടാ ചുമ്മാ ഊളം വർത്താനമെല്ലാം പറഞ്ഞു. ഓ, നിങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നില്ലല്ലേ? ഞാൻ ബൈബിൾ വിശ്വസിക്കുന്ന ആളാ. നീ പണിക്കനാന്നേലും തരകനാന്നേലും വൈദ്യനാന്നേലും മുതലാളിയാന്നേലും പിള്ളയാന്നേലും ആരാന്നേലും സകല എണ്ണ ഒറ്റ ഒരു തന്നെതാ. ആണ്ട മോന്ത തെളിയുന്നില്ലല്ലോ പറഞ്ഞിട്ട്, സത്യം പറഞ്ഞിട്ട്. തെളിയത്തില്ല. ഒന്ന് കേപ്പിക്ക് തോമിച്ചാ വായിച്ച. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ. എടാ പൊട്ടാ, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കാൻ അവൻ ഒരുത്തരിൽ നിന്ന് മനുഷ്യജാതിയെ മുഴുവൻ ഉളവാക്കി. ഈ ലോകത്തിൽ പാർക്കുന്ന സകല മനുഷ്യരും ഒറ്റ ഒരുത്തന്റെ സന്തതിയാ. അതുകൊണ്ട് ആ സുവിശേഷം എല്ലാവർക്കും ആവശ്യം. സകല മനുഷ്യരും രക്ഷപ്പെടണം. എന്നാ ഈ ഭാഗം കട്ട് ചെയ്യണമെന്നാണോ ചെന്ന് പറഞ്ഞു കൊടുത്തേ? പിന്നെ എന്നാ പറഞ്ഞേ? പോവാന്നാ? പൊക്കോ. ഞാനോടത്ത് നീ അവിടെ ചെന്ന് ഇതങ്ങ് കട്ട് ചെയ്തേക്കണം. അയാൾ അങ്ങനെ വായി വരുന്നതെല്ലാം ഇതങ്ങനെ കട്ട് ചെയ്താ ഞാൻ സകല മനുഷ്യനും രക്ഷപ്പെടണം. ദൈവത്തിന് മഹത്വം. അപ്പൊ അതുകൊണ്ട് എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. അതല്ല, ഇതെല്ലാം ഒറ്റ ഒരുത്തന്റെ സന്തതിയാ. അതുകൊണ്ട് സഭയെ വരുന്ന നീ, ഞാൻ ഇച്ചിരി കൂടിയവനാ, മറ്റവൻ കുറഞ്ഞവനാ, മിണ്ടിപ്പോകരുത്. നിന്റെ അടിവയറ്റ് തീ കത്തിക്കും ദൈവം നീ വളച്ചിലെടുത്താൽ. എന്നാൽ ഒരുത്തൻ പറയാ ഞങ്ങൾ സിറിയനാ, മറ്റവനോ അവര് പറഞ്ഞ അവൻ മരക്കാനാന്ന്. എടാ നിന്റെ സഭയെ വന്ന് ഞങ്ങൾ പണിക്കരാ, ഞങ്ങൾ വൈദ്യരാ, ഞങ്ങൾ മുതലാളിയാ, മറ്റവൻ അവൻ മരക്കാനാന്ന്. നിന്നിലും നല്ലതവനാ.
ഇങ്ങനെ പറയുന്നവരുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞേ. ഇത് പറയാത്ത എത്രയോ നല്ല മനുഷ്യരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും മോശക്കാരല്ല, നല്ല മനുഷ്യര് എല്ലാ വിഭാഗത്തിലും ഉണ്ട്. പക്ഷെ അവർക്ക് അവസരമില്ലല്ലോ. ഈ കാട്ടുകള്ളനെല്ലാം കൂടെ കയറി എനിക്ക് മനസ്സിലായി. ദൈവത്തിന് മഹത്വം. സകല മനുഷ്യനും രക്ഷപ്പെടണം. ദൈവത്തിന് മഹത്വം. അട്ടോ ഓടിച്ചു നിർത്താം. ഇച്ചിരി സമയം കൊണ്ട് എടുത്തോട്ടെ. എടുത്തോട്ടെ ഇച്ചിരി. ആട്ടെ. വളരെ സന്തോഷം. ദൈവത്തിന് മഹത്വം. അപ്പൊ എന്താ സുവിശേഷം? യേശുക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആര് കേൾക്കണം? സകല ജാതികളും കേൾക്കണം. എല്ലാരും കേൾക്കണം. അതിനാ ഇത് കേൾക്കാൻ കൊള്ളാവുന്നതാ. മറ്റുള്ളതൊന്നും എല്ലാവരും കേൾക്കാൻ കൊള്ളാവുന്നതല്ല. കേട്ടിട്ടില്ലേ? നമ്മൾ പ്രായമുള്ളവർ വർത്താനം പറഞ്ഞ ചില അമ്മമാരും അപ്പന്മാരും എന്തുവാടാ കീഴെ കയറിയിരിക്കുന്നത്? എന്നാ കേൾക്കാനാ? മൂത്തവർ വർത്താനം പറയുന്നതിൻ്റെ. അപ്പൊ മൂത്തവർ അത്രയൊക്കെയാ പറയുന്നത്. കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ. ഇപ്പൊ നേരെ തിരിഞ്ഞു കൊച്ചുങ്ങൾ, അമ്മച്ചി എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? ഞങ്ങൾ വർത്താനം പറയുന്നത്. കൊച്ചുങ്ങൾ അതിന് അപ്പുറത്തതാ പറയുന്നത്. ചുരുക്കി പറഞ്ഞ പ്രായമുള്ളതും കൊള്ളാം, ഇടത്തരവും കൊള്ളാം, സകല എണ്ണവും ആർക്കും കേൾക്കാൻ കൊള്ളാത്തതൊക്കെയാ പറയുന്നത്. പക്ഷെ എല്ലാവർക്കും കേൾക്കാൻ കൊള്ളാവുന്നതാ സുവിശേഷം. എല്ലാവർക്കും കേൾക്കാം, എല്ലാവർക്കും കേൾക്കാം. പ്രായമുള്ളവർക്കും കേൾക്കാം, പിള്ളേർക്കും കേൾക്കാം, യൗവനക്കാർക്കും കേൾക്കാം. ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്ക് കേൾക്കാൻ കൊള്ളാവുന്നതാണ് സുവിശേഷം. എല്ലാവർക്കും സുവിശേഷം കേൾക്കാം. അപ്പൊ എല്ലാവർക്കും വേണ്ടി ആ സുവിശേഷം. സകലരും രക്ഷപ്പെടണം. അതിനാ. ഇനി എങ്ങനെയാ ഇത് പറയേണ്ടത്? അതാണ് മുമ്പേ വായിച്ച 5-ാം വാക്യം. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-5 മുമ്പേ വായിച്ചില്ലേ? ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. ഇങ്ങനെ ഇത് പറയണ്ട, ഇങ്ങനെ പറയണം. ദൈവത്തിന് മഹത്വം. ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും സുവിശേഷം പറയണം. അത് കേൾക്കേണ്ടത് എങ്ങനെയാണ്? 6-ാം വാക്യം. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിനെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്. ഒരു ഭാഗവും കൂടെ പറഞ്ഞ ആ ഭാഗം അങ്ങ് വിടാം. എന്താ അത്? സുവിശേഷത്തിന്റെ വിശേഷതയാ. എല്ലായിടത്തും ഞാൻ പറയുന്ന കാര്യമാണ്. അല്ല, ഇത് പറയണമല്ലോ. സുവിശേഷത്തിന്റെ വിശേഷത. സുവിശേഷത്തിന് ഒത്തിരി വിശേഷതയുണ്ട്. എന്താ വിശേഷത? ചടികടാന്ന് വായിക്കണേ. ചടികട റോമാലേഖനം 1:16. എല്ലാവർക്കും അറിവുള്ള വാക്യമാണ്, പക്ഷേ എന്നാലും അറിഞ്ഞിരിക്കണം. റോമാലേഖനം 1:16 സുവിശേഷത്തിന്റെ വിശേഷത. ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. 1:16 വായിരേ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. ശ്രദ്ധിക്കുക, സുവിശേഷത്തിന്റെ വിശേഷത. ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കുന്ന ഒരേ ഒരു മാർഗം സുവിശേഷമാ. നിന്റെ കുടുംബത്തെ രക്ഷിക്കും, നിന്നെ രക്ഷിക്കും. മറ്റൊരുത്തനും രക്ഷയില്ല. യേശുക്രിസ്തു മാത്രം രക്ഷകൻ. ഞാൻ വിശദീകരിക്കുന്നില്ല, പറഞ്ഞങ്ങ് വിടുക. സുവിശേഷത്തിന്റെ വിശേഷത. ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ് എന്ന് പറഞ്ഞാൽ ഈ രക്ഷ കരസ്ഥമാക്കുവാൻ ഭൗതിക വസ്തു ഒന്നും കൊണ്ട് കൊടുക്കണ്ട. ആട് വേണ്ട, കാട് വേണ്ട, മാട് വേണ്ട, കോഴി വേണ്ട, ആമൻ സ്വത്ത് ഏത്തക്കൊല വേണ്ട, പൂവങ്കൊല വേണ്ട, ആമൻ അരി വേണ്ട, പൊരി വേണ്ട, തുണി വേണ്ട, മണി വേണ്ട, കിണി വേണ്ട, ഒന്നും വേണ്ട. ആമൻ അയന ഇതൊന്നും അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കാര്യവുമില്ല. അതന്നെ, ഇത് മുഴുവൻ സൃഷ്ടിച്ചവൻ ദൈവമല്ലേ? സൃഷ്ടിച്ച ദൈവത്തിൻ്റെ നീ ഇതുകൊണ്ട് കൊണ്ടുവന്നിട്ട് എന്നെ എടുക്കാനാ? അത് അങ്ങനെയാണെന്നുള്ള പുസ്തകത്തിൽ വാക്യം വായിച്ച് മീഖ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യവും പെട്ടെന്നൊന്ന് വായിച്ചേ. മീഖ 6:6. ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നിട്ട് ഗുണമൊന്നും വരികയല്ലെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. വായിച്ചേ. മീഖ 6:6. പെട്ടെന്ന് വായിരേ. മീഖ. എന്തൊന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്നു. എന്തോന്നും കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നു. അത്യുന്നത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ടു. പിന്നെ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? ചെന്നിട്ട് കാര്യമില്ലെന്നാ. പിന്നെ 1000 ആട്ടുകൊറ്റിലും 1000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? അപ്പൊ ഇത് തൈലനദി കൊണ്ട് കൊടുത്തിട്ടോ, തൈലം കൊടുത്തിട്ടോ, എണ്ണ കൊടുത്തിട്ടോ, ഇത് ഭൗതിക വസ്തുക്കൾ കൊടുത്തിട്ടോ ഒന്നും കാര്യമില്ലെന്ന്. ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചതല്ലേ? അതെ, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ മുഴുവനും ഉണ്ടാക്കിയവനാ ദൈവം. സമുദ്രത്തെ നോക്കി വെച്ച് പറഞ്ഞു കൂട്ടമായിട്ട് ജനിക്കണ്ടെന്ന്. തിമിങ്ങലം മുതൽ ചൂട വരെ, എന്റെ ഭാഷയില, തിമിങ്ങലം മുതൽ ചൂട് വരെ. അന്നേരം വന്ന് ഈ 2 നെന്മീൻ്റെ വാലയെ പിടിച്ചുകൊണ്ട് ദൈവത്തിന് 2 നെന്മീൻ
സ്വർഗത്തിരുന്ന ദൈവം 2-ാം സങ്കീർത്തനത്തിൽ ചിരിക്കുന്നെന്ന് പറഞ്ഞ പോലെ ദൈവം ചിരിക്കുക. വിഡ്ഢി ദിമംഗലത്തെ അവരുണ്ടാക്കി എനിക്കാന്നോടാ നിന്റെ 2. കരയിലോട്ട് നോക്കി വെച്ച ദൈവം പറഞ്ഞു കൂട്ടമായിട്ട് ജന്തുവർഗം. ഇന്നത്തെ രീതി അനുസരിച്ച് പുറകിലോട്ട് പോകുന്നില്ല, ആന മുതൽ അരണ വരെ. ആ ദൈവത്തിനാ നിന്റെ ഒരാട്, അതും കറക്കാൻ സമ്മതിക്കാത്ത ചൊരത്താത്ത ആട് പിടിച്ച് ഞാനാ പോലും ഒരു തുള്ളി പാല് വരുന്നില്ല. ആടിനെ വലിച്ചോണ്ട് പോവാ പെയ്ത്തോമിലിട്ടു. ആടിങ്ങനെ നിൽക്കി. അയ്യോ നിന്റെ ആടും മാടും ഒന്നും ദൈവത്തിന് വേണ്ടെന്നേ. വേണോ? വേണ്ട. വായിച്ചേ 59 സങ്കീർത്തനം. പെട്ടെന്ന് വായിര്. 59 ഒരു പ്രാസത്തില്ല. 59 വായിരേ. അത് തന്നെ അമ്മാമ വായിച്ചല്ലോ. നിന്റെ വീട്ടിൽ നിന്ന് കാളയോ? അയ്യോ എന്റെ തങ്കച്ച, നിന്റെ വീട്ടിൽ നിന്ന് കാളയോ? മേരിക്കുട്ടി നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടുകൊറ്റന്മാരെയോ ഞാൻ എടുക്കുകയില്ല. വേണ്ടെന്ന്. ജേഴ്സിയാണ് ദൈവത്തിന്. പിന്നെ ദൈവത്തിന് ജേഴ്സിയും മേടിച്ചും ഒന്നും വേണ്ട. നിന്റെ വീട്ടിൽ നിന്ന് കാളയോ നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടുകൊറ്റന്മാരെയോ ഞാൻ എടുക്കുകയില്ല. അടുത്തത് കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ മുഴുവൻ സൃഷ്ടിച്ച ദൈവമാ. ആ ദൈവത്തിനാണോ നിന്റെ ആടും മാടും? ദൈവത്തിന് വേണ്ട. അടുത്തത് മലകളിലെ പക്ഷികളെ ഒക്കെ ഞാൻ അറിയുന്നു. സകല പക്ഷികളെയും ദൈവം, കുരുകില് മുതൽ, അല്ല കുരുകിലും ചെറുതുണ്ട്, വിട്ടില്